പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ആനി അലക്സ് മാത്യു ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ആനി അലക്സ് മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആനി അലക്സ് മാത്യു. ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കുടുംബം ഹസ്ബൻഡ് അലക്സ് മാത്യു, മോള് അഞ്ജു അലക്സ്, എൻ്റെ മോൻ്റെ പേര് ആൽവിൻ അലക്സ്. ഞങ്ങൾ കഴിഞ്ഞ 16 വർഷമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഓസ്ട്രേലിയയുടെ പ്രദേശത്തായിരിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ TV എന്ന ഈ പ്രോഗ്രാമിലൂടെ ആമേൻ, എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ വഴികളെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ആമേൻ എനിക്ക് ഒരു അവസരം കൂടെ ദൈവം തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഡാനിയൽ ജോൺ പാസ്റ്ററിനായി ആമേൻ കുടുംബത്തിനായി നന്ദി പറയുന്നു. നിന്റെ കുഞ്ഞുങ്ങളിലൂടെ ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കും അനേകർക്ക് ഇത് അനുഗ്രഹമാണ്. ആമേൻ. ഞാൻ അനേക ടെസ്റ്റിമണികൾ ഞാൻ ഇതിലൂടെ കേട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി ദൈവം തീർത്തെടുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പകാലം തുടങ്ങിയുള്ള എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികളെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഞങ്ങൾ ഇപ്പോൾ സിഡ്നിയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പത്തനാപുരം, ആമേൻ, കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ രണ്ടിന്റെ കൂടെ ബോർഡറാണ് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ പപ്പ, എൻ്റെ അച്ചാച്ചൻ, അമ്മ, ഞങ്ങൾ 6 സഹോദരങ്ങളാണുള്ളത്. ഞങ്ങള് CSIയിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവിനെ കുറിച്ചും എൻ്റെ മാതാവിനെ കുറിച്ചും എൻ്റെ വല്യപ്പച്ചനെ കുറിച്ചും ഞാൻ ഓരോ വാക്കില് ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ വല്യപ്പച്ചൻ 84-ാമത്തെ വയസ്സിലും സൺഡേ സ്കൂളിലെ ശിശുവകുപ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയുന്ന രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വല്യപ്പച്ചനായിരുന്നു. അതുപോലെ എൻ്റെ പിതാവ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. ആമേൻ. എൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ആമേൻ അച്ചാച്ചൻ എൻ്റെ പിതാവ് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം, ആമേൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് ആമേൻ അനേകരോട് സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. എൻ്റെ പിതാവ് അനേക പാസ്റ്റർമാരുടെ കൂടെ കടന്നുപോയി ഏറ്റുപദേശിയായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്നതായിട്ടും എൻ്റെ അമ്മയിലൂടെ ഞാൻ പല പ്രാവശ്യം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ പിതാവ്, ഞങ്ങളുടെ വീട് ഒരു ഇച്ചിരി പൊങ്ങിയ സ്ഥലത്താണ്. അവിടെ കോളാമ്പി മൈക്കിലൂടെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവെന്നുള്ള ആ സുവിശേഷം പറയുന്നത് എൻ്റെ കുഞ്ഞു കാലത്ത് തുടങ്ങി ഞാൻ കേൾക്കുന്നതാണ്. സ്തോത്രം. എൻ്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ 80 വയസ്സുണ്ട് ഇപ്പോൾ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. സ്തോത്രം. ഇതുപോലെ ഉപവസിക്കുകയും ഇതുപോലെ പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അമ്മയുടെ പ്രാർത്ഥന കേട്ടോണ്ടാണ് ഞങ്ങൾ ഈ 6 മക്കളും എഴുന്നേറ്റ് വരുന്നത്. എൻ്റെ അമ്മ പത്തനാപുരത്ത് എൻ്റെ ബ്രദറിനോട് കൂടെ ആയിരിക്കുന്നു. സ്തോത്രം. എൻ്റെ അമ്മയോട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ഇന്ന് എനിക്ക് അരോമ TVയിൽ ഹല്ലേലൂയ ടെസ്റ്റിമണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഹല്ലേലൂയ എൻ്റെ മാതാവ്, ആമേൻ. അതുപോലെ തന്നെ എനിക്ക് 6 സഹോദരങ്ങളാണ് ഞങ്ങള്.
ഏറ്റവും മൂത്തത് ബ്രദറാണ്. ബ്രദർ ഓസ്ട്രേലിയയില് ഹാലിൽ സെറ്റിൽ ആയിരിക്കുന്നു, കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. എൻ്റെ അടുത്തത് എൻ്റെ ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ UK അവര് കുടുംബമായിട്ട് സെറ്റിൽ ആയിരിക്കുന്നു. മൂന്നാമത്തതാണ് ഞാന്. സ്തോത്രം. ഞങ്ങൾ ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എൻ്റെ നേരെ ഇളയത് എൻ്റെ ബ്രദറാണ്. ബ്രദർ കഴിഞ്ഞ 10-16 വർഷത്തോളമായിട്ട് ഒരു സഭയിൽ തന്നെ ദൈവത്തിന്റെ ഹാലിലുയ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു കർത്താവിന്റെ വലപ്രദേശത്ത് അവരുടെ ജോലിയെല്ലാം കളഞ്ഞിട്ട് കുടുംബമായിട്ട് അവര് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 2 അനിയത്തിമാരോടുണ്ട്. അവര് രണ്ടുപേരും ഈ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ തന്നെ ഉണ്ട്. കുടുംബമായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുന്നു. എല്ലാവരും ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള ഹാലലുയ ആമേൻ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. സ്തോത്രം. എൻ്റെ ചെറുപ്പകാലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങള് ഹാലലുയ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് സൺഡേ സ്കൂളിലൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങള് ഹാലലു പൊക്കൊണ്ടിരുന്ന CSIയിലായെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഒന്നും ഒരു ദിവസം പോലും എൻ്റെ കുടുംബത്തിൽ മുടങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അച്ചാച്ചനും അമ്മയും ഞങ്ങളെ എല്ലാ പ്രാർത്ഥനയ്ക്കും കൊണ്ടുപോകും. അങ്ങനെ ഹാലലു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാല് സ്തോത്രം, ഞങ്ങൾ 6 മക്കളാണ്. സൺഡേ സ്കൂളിന്റെ വാർഷികം വരുമ്പോൾ ഹാലലുയ എൻ്റെ പിതാവ് ചാക്കുമായിട്ടാണ് അവിടെ വരുന്നത് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ഞങ്ങളെല്ലാം ഒന്നിനൊന്ന് ഹാലിലെ കർത്താവിന്റെ കൃപയാല് പ്രസംഗത്തിലായാലും പാട്ടിലായാലും ബൈബിൾ ക്വിസിലായാലും വാക്യ മത്സരത്തിലായാലും എല്ലാത്തിലും ഞങ്ങൾ ഹാലലുയ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സ്തോത്രം. ഹാലലുയ. അതാണ് എൻ്റെ ബാല്യകാലം. എന്നാല് സ്തോത്രം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ CSIയിലായിരുന്നു. കർത്താവിനെ ഹാലലുയ എല്ലാം ഉണ്ട്. എന്നാല് ഈ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഞങ്ങൾ ഹാലലുയ അത് ഞങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ യേശുവിനെ കണ്ടുമുട്ടി, എങ്ങനെ ഈ വിശ്വാസ സ്നാനത്തിലേക്ക് എന്നെ ദൈവം നടത്തി, അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുവാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ബാല്യകാലങ്ങളൊക്കെ പറഞ്ഞാല് ഒത്തിരി ചരിത്രങ്ങളാണ്. അതെല്ലാം പറഞ്ഞാലൊന്നും തീരത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ കുഞ്ഞിലെ പ്രായത്തിൽ എനിക്ക് 3 പ്രാവശ്യം മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. ആ 3 പ്രാവശ്യവും ദൈവം എന്നെ വിടുവിച്ച് എൻ്റെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്നെ നിർത്തിയെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഹാലലുയ, നമ്മെ ദൈവം മുന്നമേ ഹാലലു ചിലതിനു വേണ്ടി നിയമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലോ എൻ്റെ ജീവിതത്തിലോ എന്തെല്ലാം വന്നാലും അതിൽ നല്ല നീക്കുപോക്ക് തന്ന് ദൈവം നമ്മെ നിർത്തുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. ഹാലലുയ. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 45-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും വൃഥാവാകാതെ സകലതും ദൈവം നിവർത്തിച്ചു കൊടുത്തു. അങ്ങനെ എങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നോടും നിന്നോടും പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹാലലുയ. ഞാൻ എൻ്റെ കുഞ്ഞിലെ പഠിത്തങ്ങളൊക്കെ എന്ന് പറഞ്ഞ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ആമേൻ. എല്ലാം ഞങ്ങൾ 26 ശാലേംപുരം അവിടെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. കലഞ്ഞൂര്. ഹാലലുയ. ഞാൻ എൻ്റെ 5 മുതൽ 7 വരെയുള്ള സ്ഥലം കലഞ്ഞൂര് ആണ് പഠിച്ചത്. സ്തോത്രം. അങ്ങനെ ഹാലലുയ കോളേജില് മാലൂർ കോളേജിൽ പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേഴ്സിങ്ങിനായിട്ട് ഹാലലുയ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി പോയി. ഹാലലുയ. അതിന്റെ ഇടയ്ക്ക് വിവാഹം കഴിഞ്ഞു. ആമേൻ. ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ 4 പേര് 4 ഇടത്താണ്. അച്ചാച്ചൻ ഒരിടത്ത്, കുഞ്ഞുങ്ങൾ 2 പേരും 2 ഇടത്ത്, ഞാൻ ഒരിടത്ത്. അന്നേരം ഞാൻ സൗദി അറേബ്യയിൽ ചെന്നു. സൗദി അറേബ്യയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. ഹാലലുയ. ആമേൻ. 8 വർഷം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തു. 8-8.5 വർഷത്തോളം ചെയ്തു. എന്നാൽ കുടുംബജീവിതം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹാലലുയ അവര് ഫാമിലി വിസ തരത്തില്ല. അതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടി ഹാലലുയ എങ്ങനെയെങ്കിലും നമുക്ക് UK പോകാമെന്നുള്ള ഒരു ഹാലലുയ ആഗ്രഹത്തോടുകൂടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനുമായിട്ട് 2004 ആമേൻ ഡൽഹിയിലേക്ക് ഒരു യാത്ര ചെയ്തു, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി. ആ ഡൽഹി യാത്രയാണ് എൻ്റെ ജീവിതത്തിന്റെ ആമേൻ എന്നെ മാറ്റി മറിച്ചതെന്ന് പറയുന്നത്. സ്തോത്രം. ഹാലലുയ. ഞങ്ങൾ ഡൽഹിയിൽ ചെന്നു. എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്. അവിടെ ഞങ്ങള് ചെന്നു. പക്ഷേ ഈ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വേറെ ഒരു സ്ഥലത്താണ്. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അത് ഞങ്ങൾ താമസിക്കുന്ന വീടിന് കുറെ ദൂരമായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവന്റെ
ഒരു കൂട്ടുകാരൻ ഈ ഹോട്ടലിന്റെ ഒരു കുറെ അടുത്തൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങള് അവരുടെ വീട്ടിലേക്ക് കടന്നുപോയി. ഞങ്ങൾ പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് പോകുവാൻ വേണ്ടി ആ ആ വീട്ടിൽ കടന്നു ചെന്നതാണ് സ്തോത്രം എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അവിടെ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടുകാരന്റെ അവരുടെ ചർച്ചിന്റെ ഒരു കൺവെൻഷൻ. അങ്ങനെ അന്നേരം ആ വൈകുന്നേരം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവര് ഞങ്ങളോട് പറഞ്ഞു, വാ, ഇന്ന് ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്, അതിന് പോകാം, ഏതായാലും ഇന്റർവ്യൂവിനൊക്കെ വന്നതല്ലേ എന്ന് പറഞ്ഞു. അന്നേരം എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, ആമൻ, നാളെ ഇന്റർവ്യൂ അല്ലേ, നമുക്ക് ഫയലൊക്കെ അടുക്കി വെക്കണം, കൺവെൻഷൻ ഒന്നും പോകണ്ട. എന്നാലും ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചൊക്കെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ പോയി ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തില് പെന്തക്കോസ് കൺവെൻഷന് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ പല കൺവെൻഷനും കൂടിയിട്ടുണ്ട്. പെന്തക്കോസിൽ ഞാൻ ഹാലലുയ ചെറുപ്രായത്തിൽ വൈപ്പിക്കൊക്കെ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു ഒരു പെന്തക്കോസ് പള്ളിയുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുപോയി. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് കൂടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സത്യം എന്താണെന്ന് ഹാലലുയ നാം അത്രയും അതുപോലെ അങ്ങോട്ട് ആഴമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. സ്തോത്രം. ഞാൻ ആ കൺവെൻഷന് ഞാൻ പാടിക്കൊണ്ട് നിന്നപ്പോൾ സ്തോത്രം ഹാലേലുയ എനിക്ക് ഭയങ്കരമായ ഒരു ദർശനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മെ ദൈവത്തിന് ഒരാവശ്യമുണ്ടെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വരും. ഹാലലുയ. നിനക്ക് ഇഷ്ടമില്ലെങ്കിലും നിനക്ക് പോകണമെന്ന് തോന്നിയില്ലെങ്കിലും പക്ഷെ ദൈവം നിന്നെ കൊണ്ടു ചെന്നിട്ട് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഞാനാണ് സത്യദൈവം, ഇതാണ് സത്യവചനമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയായി തീരും. ഞാൻ അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ഹാലലുയ തേജോമയനായ കർത്താവിന്റെ ഹാലലുയ ആ രൂപം എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ആ ഗ്ലോറിയസ് ഫേസ് ഹാലലുയ നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഹാലലുയ തേജോമനായ കർത്താവിന്റെ ആ ഒരു രൂപം എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എൻ്റെ മരണം വരെയും അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആ കാഴ്ച കണ്ടപ്പോൾ സ്തോത്രം ഞാൻ ഒന്നും ചിന്തിച്ചില്ല, പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എന്നെ തന്നെ ദൈവ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ കർത്താവിനെ ഒന്ന് കാണുവാനായിട്ട് കർത്താവ് എനിക്കൊരു ഭാഗ്യം അന്ന് അവിടെ വെച്ച് തന്നു. സ്തോത്രം. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം ഞാൻ പാടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ആമേൻ. പാസ്റ്റർ ഹാലലുയ വചനം പറയുവാനായിട്ട് അവിടെ എഴുന്നേറ്റ് നിന്നു. വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഓൾട്ടർ കോൾ വിളിച്ചു. ആരുണ്ട് ഈ കർത്താവിന്റെ ഹാലലുയ വചനം അനുഷ്ഠിക്കുവാൻ, അല്ലെങ്കിൽ ആരുണ്ട് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തിരിഞ്ഞു നോക്കാതെ, എന്റെ പ്രിയപ്പെട്ടവൻ പുറകിൽ ഇരിപ്പുണ്ട്. ഹാലലുയ. അന്ന് എന്റെ കയ്യിലും കാലിലും എല്ലാം അനവധി ആഭരണങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ ചിന്തിച്ചില്ല. എന്നാൽ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഞാൻ അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോട് കൂടെ ഹാലലുയ നിത്യതയിൽ എത്തപ്പെടുവാൻ ഇടയായി തീരുകയുള്ളൂ. സ്തോത്രം. ഹാലലുയ. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം. ഈ കർത്താവിനെ ആര് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നോ, അവന്റെ കൽപ്പന അനുസരിക്കുന്നോ, അവരെ മക്കളാക്കി തീർക്കുന്ന ഒരു സ്നേഹനിധിയായ കർത്താവ് നമുക്കുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം ഈ കേൾക്കുന്നവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായി തീരട്ടെ. അങ്ങനെ ഞാൻ എന്നെ തന്നെ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ദേഹത്തെല്ലാം മാലയുണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് ഹാലലുയ ആമേൻ വീട്ടിൽ എത്തി. അതിനു മുന്നേന്ന് പറഞ്ഞാല് സ്തോത്രം ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴേ സ്തോത്രം ഞങ്ങളെ കൊണ്ടുപോയ ബ്രദർ പറഞ്ഞു, നാളെ ആനി ഇന്റർവ്യൂവിന് പോവല്ലേ, എന്നാൽ നമുക്ക് ആ പാസ്റ്ററിനെ കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് മുന്നേ കൊണ്ടുപോയി. ഹാലലുയ. ഞങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ഹാലലുയ, ദൈവാത്മാവില് പ്രവചനാത്മാവില് പറഞ്ഞു, ആനി UK പോകുമെന്ന് പറഞ്ഞു.
ഹാലലുയ. ഞാൻ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം ഈ പാസ്റ്റർ ആ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വന്നു. ആ പാസ്റ്ററിനോട് ഞാൻ 1 മണിക്കൂറോളം തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തു ഈ ആഭരണത്തിന്റെ കാര്യത്തെക്കുറിച്ച്. ഹാലലുയ. എന്നാൽ സ്തോത്രം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ദൈവം എന്നെ UK അയച്ചാലും അയച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ അപ്പന്റെ കൽപ്പന അനുസരിക്കുമെന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ അവിടെ ആയിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇന്റർവ്യൂവിന് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഇന്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 സ്റ്റാർ ഹോട്ടലിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് നേഴ്സുമാർ UK പോകാൻ വേണ്ടി അവിടെ കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ നമുക്കൊരു ഫോം ഒന്നും ഫില്ല് ചെയ്യാനൊന്നും അവർ തരുന്നില്ല. ഇടിച്ചു കയറി റിട്ടേൺ എക്സാം എഴുതണം. ആര് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്ന കൂട്ട് ആരിടിച്ചു കയറുന്നോ അവർക്ക് ചാൻസ് കിട്ടും. എന്നാൽ ഞാൻ ഹാലിലും ആദ്യത്തേതിനാണോ രണ്ടാമത്തേതിനാണോ എനിക്കറിയില്ല, എന്നാൽ ദൈവം എനിക്കൊരു ചാൻസ് തന്നു. ഇടിച്ചു കയറി അകത്ത് കയറി എക്സാം എഴുതുവാൻ ഒരു ചാൻസ് തന്നു. സ്തോത്രം, ഹാലിലുക. ആ എക്സാം എഴുതിയിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഓരോ ഗ്രൂപ്പുകാരെയും വിളിച്ചിട്ട് അവര് പറയും, ഇന്നോര് ജയിച്ചോർക്ക് മാത്രമേ ഓറൽ ഇന്റർവ്യൂവിന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഹാലലുയ. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഹാലലുയ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻ എന്നോ 50 എനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷെ 26 മാർക്ക് ആർക്ക് കിട്ടുന്നുണ്ടോ അവരെ മാത്രമേ അവര് ഓറൽ ഇന്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അങ്ങനെ ഹാലലുയ, എന്റെ പേപ്പർ തന്നപ്പോൾ എനിക്ക് 19 മാർക്കേ കിട്ടിയുള്ളൂ. ഞാൻ തോറ്റുപോയി. അന്നേരം ആ ഹോളിനകത്ത് കയറുമ്പോൾ അവരൊരു ഫോം തന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ അടിച്ചു കൊടുക്കണം. അന്നേരം ഞാൻ തോറ്റുപോയി. ഇനി എനിക്ക് ഒരു ചാൻസും ഇല്ല. ഈ ഫോട്ടോ എന്തിനാ ഇതേ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കണ്ട 1-2 കുഞ്ഞുങ്ങളോട് വർത്താനം പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫോട്ടോ വലിച്ചീറി കൊണ്ടുപോവാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വലിച്ചീറി എൻ്റെ പേഴ്സിലിട്ടിട്ട് ഞാൻ വീട്ടിൽ പോവാൻ ഇടയായി തീർന്നു. കാരണം ഇവര് പറയുന്നത്, ഇനി ഒരു വ്യക്തികൾ പോലും ഇന്ന് തോറ്റോര് നാളെ ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ അവര് നമ്മളെ ഒരു ഭയങ്കരമായിട്ട് പേടിപ്പിച്ചാണ് ഇവിടുന്ന് വിടുന്നത്. അതൊരു പഞ്ചാബി ലേഡി, എനിക്ക് അവരെ ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്കും അവരുടെ സ്വഭാവം ഒരു പുലി പോലെയുള്ള സ്വഭാവം. അവര് പറഞ്ഞാ പിന്നിനി അവിടെ ആരും ഒരിക്കലും പോകത്തില്ല. അത്രമാത്രം നമ്മളെ പേടിപ്പിച്ചു വിട്ടു. അന്നേരം ഞാൻ വിചാരിച്ചു, ഈ ഫോട്ടോ എന്തിനാ കളയുന്നേ? അങ്ങനെ തിരിച്ചു പോയി വീട്ടിൽ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, സകല മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു. UK സകല പ്രതീക്ഷകളും പോയി. ഇനി ഒരു പരിപാടിയില്ല. ആമേൻ. ഇനി എന്ത്? പക്ഷേ എന്റെ ഹൃദയത്തിനകത്തൊരു ക്വസ്റ്റ്യൻ ഉദിച്ചു. ഇന്നലെ രാത്രിയില് ആ പാസ്റ്റർ എന്നോട് പ്രവചനാത്മാവി പറഞ്ഞു, ആനി UK പോകുമെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ, ഞാൻ എൻ്റെ കുഞ്ഞിലെ തുടങ്ങി കേൾക്കുന്നത്, ദൈവം ഒരിക്കലും വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിച്ചേക്കുന്നേ അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ എന്നോട് UK പോകുമെന്ന് പറഞ്ഞ ഞാൻ എന്തുകൊണ്ട് ഇവിടെ തോറ്റുപോയി? ഇനി എനിക്കൊരു ചാൻസ് ഉണ്ടോ? എനിക്കറിയില്ല. ക്വസ്റ്റ്യനുകൾ പലത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുവാൻ ഇടയായി തീർന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഒരു തീരുമാനമെടുത്തു. എന്താണെന്നറിയാമോ? ഹാലലുയ, എന്നെ ദൈവം UK വിട്ടാലും വിട്ടില്ലെങ്കിലും എൻ്റെ കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം ഞാൻ സ്വീകരിക്കും. സ്തോത്രം. അങ്ങനെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, തോറ്റുപോയി, ഇനി ഒരു ഇതുമില്ല. അന്നേരം ആ കൂട്ടുകാരൻ ബ്രദർ വിളിച്ചിട്ട്, ഈ പാസ്റ്റർ ഓൾറെഡി അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ട്രെയിനെ കയറി കേരളത്തിന് പോകാൻ വേണ്ടി, ആ പാസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞു, ആനി തോറ്റുപോയി. അന്നേരം പ്രവചനം ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ പല ക്വസ്റ്റ്യനുകൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ അന്ന് രാത്രിയിൽ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഏതായാലും ഡൽഹിയിൽ ചെന്നതല്ലേ, എനിവേ UK പ്രതീക്ഷകൾ മാറിപ്പോയി. എന്നാൽ ഡൽഹി എങ്കിലും കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹാലിലോ കൂട്ടുകാരനും അച്ചാച്ചനും ഞാനും ഞങ്ങൾ 3 പേരൂടെ ഒരു കാറിന് കയറി ഡൽഹി ടൂറിന് പോവുകയാണ്. അങ്ങനെ ഡൽഹി ടൂറിന് പോയി ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ UK വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇന്റർവ്യൂ നടന്നിടത്ത് ഒന്നുകൂടെ പോണം. ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ആ പഞ്ചാബി ലേഡിയെ കുറിച്ചുള്ള എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ. അത്രമാത്രം നമ്മളെ ഭയപ്പെടുത്തിയാണ് അവർ തിരിച്ചു വിടുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാ.
എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മള് കുത്തബ് മീനാറിന്റെ അവിടെ വന്നപ്പോഴത്തേന് ഈ ചേച്ചി എന്നെ പിന്നെയും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ പോകണം. അന്നേരം ഞാൻ പറഞ്ഞു എന്നോട് വഴക്കുണ്ടാക്കല്ലേ, എന്റെ ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് എന്നോട് വഴക്കുണ്ടാക്കല്ലേ, ഞാൻ പോകത്തില്ല. എന്നിട്ട് പിന്നെ ഈ ചേച്ചി എന്നെ പിന്നെയും വിളിക്കുകയാണ്. അന്നേരം ഞാൻ ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചപ്പോഴത്തേന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങൾ അവിടെ കൊണ്ടുവിടാമോ, എനിക്ക് ഭാഷ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഹാലേലൂയ. എന്റെ മനസ്സിന്റെ പേടി എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്തുകൊണ്ടോന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങൾ പ്രഭാതത്തിൽ കാറയിൽ കയറിയപ്പോൾ എന്നെ ആരുമെന്ന് പറഞ്ഞതുമില്ല. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റുകളുടെ ഫയലെടുത്ത് ആ വണ്ടിക്കകത്തിടാൻ ഇടയായി തീർന്നു. അത് എന്തുകൊണ്ട് ഇന്നും എനിക്കറിയത്തില്ല. ആരും എന്നോട് പറഞ്ഞതല്ല. ഡൽഹി ടൂറിന് പോയതാ, വേറെ ഒരു സാധനവും എടുത്തിട്ടില്ല. ആ ഫയല് മാത്രം ഞാൻ ആ വണ്ടിയുടെ പുറകിൽ എടുത്തിട്ടു. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് അവിടെ കൊണ്ടുവിടാമോ, ഒന്ന് ചോദിച്ചു. ഞങ്ങൾ കൊണ്ടുവിടത്തില്ല, നീ തോറ്റുപോയത് എന്തിനു പോകാനാ. പിന്നെയും ചോദിച്ചു, ഒന്ന് കൊണ്ടുവിടാമോ, നിങ്ങൾ ആരും വരണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞ് എന്നെ ഇവർ ആ ഹോട്ടലിന്റെ അവിടെ നിന്ന് കൊണ്ടുവിട്ടു. ഈ ഹോട്ടലിന്റെ അവിടെ അവർ കൊണ്ടുവിട്ടിട്ട് ഈ രണ്ടുപേരൂടെ ഒരു റോഡിന്റെ അങ്ങേ അറ്റം പോയി ഒരു കേർബേ കയറി ഇരിക്കുവാ ഇവര്. എന്റെ കൂടെ വരത്തില്ല, നീ വേണേ പൊക്കോണം. എനിക്ക് ഹിന്ദി പറയാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് പറയാൻ അധികം അറിയത്തില്ല, ഒന്നും ഒള്ളി മലയാളം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ സൗദി അറേബ്യയിൽ 8 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ ഞാൻ 1.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഇംഗ്ലീഷിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് ഇപ്പൊ പറയട്ടെ. ഹാലേലുയ. ഈ ബോംബെയിലെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ബോംബെയിൽ 1.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു സൗദി അറേബ്യ പോകുന്നതിന് മുമ്പേ. അന്ന് ബ്രീച്ച് കാൻഡിയിൽ ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചപ്പോൾ വേറാമൈറ്റ് ഗോ എന്ന് ചോദിക്കാൻ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു കൊച്ചിനോട് ചോദിച്ചിട്ട് അതെന്റെ കയ്യിൽ ഞാൻ എഴുതിയിട്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന്റെ എവരുടെ നേഴ്സിംഗ് ഓഫീസ് എവിടാ ഇരിക്കുന്നതെന്ന് ചോദിക്കണമെങ്കിൽ, നേഴ്സിംഗ് യൂണിറ്റ് മാനേജറിന്റെ ഓഫീസ് എവിടാന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് വേറാമൈറ്റ് ഗോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടിട്ട് ഞാൻ പോയ വ്യക്തിയാണ്. ഹാലലുയ. എന്റെ ദൈവത്തിന്റെ വഴികളെന്ന് പറയുന്നുണ്ടല്ലോ, ഹാലു നമ്മൾ വിചാരിക്കുന്ന കൂട്ടൊന്നും അല്ല. ആമേൻ. നമ്മൾ കർത്താവിനെ ചിലപ്പോൾ ഹാലലുയ നമ്മൾ ലിമിറ്റ് ചെയ്തേക്കാം. പക്ഷേ ദൈവം ഹാലലുയ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവമാണ്. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, അങ്ങനെ ഞാൻ 7 സ്റ്റാർ ഹോട്ടലിന്റെ അവിടെ ചെന്നപ്പോൾ ഒറ്റ വ്യക്തികൾ പോലും അവിടെ ഇല്ല. അറിയില്ല എന്തു പറ്റിയെന്ന് അറിയത്തില്ല. ഇവിടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവിടെ ഒരു വ്യക്തികൾ പോലും ഇല്ല. അന്നേരം ഒരു സെക്യൂരിറ്റിയെ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ സെക്യൂരിറ്റിയോട് എനിക്ക് അറിയാവുന്ന ലാംഗ്വേജ് ചോദിച്ചു, ഇന്നലെ ഇവിടെ അല്ലേ ഇന്റർവ്യൂ നടന്നത്, ഇന്ന് ഇവിടെ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്നോട്, എനിക്ക് മനസ്സിലായി ഇന്നലെ വന്ന വ്യക്തികൾ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി അവര് ഹോട്ടലിന്റെ പുറകി സൈഡിലാണ് ഈ പിറ്റേ ദിവസത്തെ ഇന്റർവ്യൂ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹാലലുയ. ഞാൻ അങ്ങനെ കുറെ നടന്ന പുറകിൽ ചെന്നപ്പോൾ ലക്ഷക്കണക്കിന് നേഴ്സുമാർ അവിടെ ഉണ്ട്. ഹാലലുയ. ഇന്നലെ കണ്ടതിനെക്കാട്ടി കൂടുതൽ നേഴ്സുമാരാ. ഞാൻ അവിടെ ഒരു വാതിലിന്റെ മുന്നേ പോയി നിൽക്കുകയാണ്. സ്തോത്രം. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹാലലു. ഇവിടെ എന്റെ ചേച്ചി എന്നെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ഒരു ലേഡിയുടെ പേര് പറഞ്ഞു തന്നു. അത് ഞാൻ അവരോട് പോയി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ ഒരു ഡോറിന്റെ മുന്നേ നിന്ന് എനിക്ക് ഒത്തിരി സമയം അവിടെ നിന്നു. ആരെയും കാണാനില്ല. നിങ്ങൾക്കറിയാമോ, അവസാനം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോൾ ഇന്നലെ ഞങ്ങളെ പേടിപ്പിച്ച് വിട്ട ലേഡി, ആ പഞ്ചാബി ലേഡി ഇറങ്ങി വന്നു. അന്നേരത്തേന് എന്റെ ഉള്ള ജീവിതത്തിന്റെ പോകാനുള്ളതുകൂടെ മുഴുവൻ പോയി എന്ന് പറയുന്ന കൂട്ട് എന്റെ ആ പേടിയുണ്ടല്ലോ, പേടി വന്നിട്ട് എനിക്ക് വാക്കുകൾ പോലും പറയാനില്ലാത്ത പോലെ അങ്ങനെ ആയിപ്പോയി. സ്തോത്രം. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് വന്നായിരുന്നു, ഞാൻ തോറ്റുപോയി. പക്ഷെ എന്റെ സിസ്റ്റർ, UK സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഇങ്ങനെ മാത്രം ഞാൻ ചോദിച്ചോളൂ. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ ഇവര് പോയ പോക്ക് പോയി. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാത്ത വിധത്തിലുള്ള ഒരു ഹാലലുയ വെളുത്തു സുന്ദരിയായിട്ടുള്ള ഒരു മദാമ ലേഡി ഇറങ്ങി വന്നു. അവിടെ ഇറങ്ങി വന്നിട്ട് എന്നോട് പേര് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. എന്നെ ഹാലലുയ പറഞ്ഞു വന്ന് അവരെന്നെ അകത്ത് കയറ്റിയിരുത്തി. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാല് ഞാൻ അകത്ത് കയറി ഒരു കസേരയിലിരുന്നു. എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്.
എന്നോട് അവരവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ടും പിന്നെ മണിക്കൂറുകൾ പോവുകയാണ്. അവിടെ ഇരുന്നിരുന്ന് എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഈ ലേഡി വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് ഇന്റർവ്യൂവിന് കൊണ്ടുപോയി. ഹാലലൂയ. ഞാൻ ഒരു 3 പേരുള്ള ഒരു പാനൽ അവിടെ ഇരിക്കണേ. എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അടുത്ത 45 മിനിറ്റ് എന്നോട് ഇവര് ക്വസ്റ്റ്യൻ ചോദിച്ചു. 45 മിനിറ്റ് കൂടുതലുണ്ട്. അത്രയും ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നോട് ഞാൻ ഒരിക്കൽ പോലും ഒരു മദാമ്മമാരോട് മിണ്ടിയിട്ടില്ല. ഒരു ഇംഗ്ലീഷിന്റെ അധികമൊന്നും എനിക്ക് അറിയത്തില്ല. ഹാലലുയ, ഇപ്പോഴും ഞാൻ കേൾക്കുന്നവരോടും കാണുന്നവരോടും ഒക്കെ പറയും, എന്റെ ദൈവമായിരിക്കും എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, പക്ഷേ അവര് ചോദിച്ച സകല ക്വസ്റ്റ്യനുകൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പോഴും അറിയില്ല ഹിന്ദിയിലാണോ പറഞ്ഞത്, ഇംഗ്ലീഷിലാണോ പറഞ്ഞത്, മലയാളത്തിലാണോ പറഞ്ഞത്, അതോ അന്യഭാഷയിലാണോ ഞാൻ ആൻസർ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഹാലലുയ, എന്റെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്കും വാക്കുകൾക്കും മാറ്റമില്ലാത്തത് കൊണ്ട് ഹാലലുയ, ആമേൻ. ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് പറയാണ്, ഞാൻ പ്രഭാതം മുതൽ 7 മണി തുടങ്ങി ഇപ്പൊ ഇതൊരു അറൗണ്ട് 12:30 1 മണി ആകാറായി, 12 മണിയൊക്കെ കഴിഞ്ഞു. പറയാണ്, യു ആർ ദ നമ്പർ 1 സെലക്റ്റഡ്. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, എനിക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമായി തീർന്നു. സ്തോത്രം. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ക്വസ്റ്റ്യനുകൾ വന്നായിരുന്നു. എന്നാന്നറിയാമോ? കർത്താവ് ഇന്നലെ ആ ദൈവദാസനിലൂടെ ആനി UK പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തോറ്റുപോയെങ്കിൽ ഇനി എൻ്റെ ഭാവി എന്തായി തീരും? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ അത് നിവർത്തിക്കത്തില്ലയോ എന്നൊക്കെ എനിക്ക് കുറെ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ക്വസ്റ്റ്യനുകളെല്ലാം മറികടന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു. സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചിട്ട് ഹാലലുയ ചെങ്കടലിന്റെ മുൻപിൽ അവർ വന്നു നിൽക്കുമ്പോൾ അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹാലലുയ മിസ്രയീമ സൈന്യവും അവർ മുൻപോട്ട് നോക്കിയപ്പോൾ ചെങ്കടലുമാണ്. ഓ ഹാലലുയ. അനേകായിരങ്ങളുടെ കണ്ണുകൾ കാണാത്തത്, മോശയുടെ കണ്ണ് കാണാത്ത വഴി ഇസ്രായേൽ ജനത്തിന് നടന്നു പോകുവാൻ വേണ്ടി ചെങ്കൽ പാത ഒരുക്കിയ ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആര് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിന്റെ വിഷയങ്ങളെ പറയുന്നു, സ്തോത്രം, ഹാലലുയ, നിനക്ക് വേണ്ടി ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് ആ ദൈവം. സ്തോത്രം. ഹാലലുയ. എന്നെ ചിലത് കർത്താവിന് ചെയ്യിക്കണമായിരുന്നു, എന്നെ ചില ദേശങ്ങളിലേക്ക് ദൈവത്തിന് അയക്കണമായിരുന്നു. അതുകൊണ്ട് തോറ്റുപോയ എന്നെ ഹാലലുയ ദൈവം ജയിപ്പിച്ചിട്ട് തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്തെടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അവൻ ഒരിക്കലും നമ്മെ കൈവിട്ട് കളയത്തില്ല, അവൻ ഒരിക്കലും നിന്നെ മറന്നു കളയത്തില്ല. അപ്പനും അമ്മയും മറന്നുപോയാലും സ്തോത്രം, ഹാലലുയ, നമ്മെ മറക്കാത്ത ഒരു ദൈവം ഇന്നുമുണ്ട്. സ്തോത്രം. ഹാലലുയ. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. സ്തോത്രം. ഹാലലുയ. അങ്ങനെ സ്തോത്രം. ഹാലലുയ. ഇവരെന്നോട് പറഞ്ഞു, യു ആർ ദ നമ്പർ 1 സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്നോട് ചോദിച്ചു, നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നേന്ന്? സ്തോത്രം. അന്നേരം ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിന്റെ CD, ഞാൻ പോകുന്ന ഹോസ്പിറ്റലിന്റെ ഒരു മഞ്ഞ ഫയല്, അതെ, ഇപ്പോഴും എന്റെ കയ്യിലുണ്ടത്. സ്തോത്രം. ആമേൻ. ഞാൻ ഹാലലുയ എനിക്കിടാനുള്ള യൂണിഫോമിന്റെ അളവ് സഹിതം തന്നിട്ടാണ് ഇവരെന്നെ പുറത്തിറക്കി വിട്ടിട്ട് എന്നോട് പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് വരാൻ. ഞാൻ ഈ മഞ്ഞ ഫയലും പിടിച്ചിട്ട് ഈ ഡോറ് തുറന്ന് പുറത്തു പോയി എന്റെ പ്രിയപ്പെട്ടവന്റെയും ആ കൂട്ടുകാരന്റെ അരികെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇവരൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തോറ്റുപോയ ആളാണ്. സ്തോത്രം. അന്നേരം ഞാൻ ഈ ഫയല് തിരിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ ഫയല്. ഹാലലുയ, നിങ്ങളെ അവര് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി അവരെ പരിചയപ്പെടുത്തി. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. സ്തോത്രം. ഹാലലുയ. അങ്ങനെ ആമേൻ, എന്റെ കർത്താവ് എനിക്ക് അവിടെ സെലക്ഷൻ തന്നു. ആമേൻ. ആ UK പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനം, സ്തോത്രം, ഞാൻ അത് നിവർത്തിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇത് നടക്കുന്ന 2004 നവംബർ 1-ാം തീയതി 2-ാം തീയതി നടക്കുന്നത്. എന്നാല് സ്തോത്രം, ഹാലലുയ, ഞാൻ
2005 ജാനുവരി മാസം 30 സ്തോത്രം ഹല്ലേലൂയ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്ഥാനം മുഴുകൽ സ്നാനം എടുക്കുവാൻ ആമേൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ UK പോയതോ ഓസ്ട്രേലിയയിൽ വന്നതോ ഒന്നുമല്ല. സ്തോത്രം, എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. സ്തോത്രം, അങ്ങനെ ഹല്ലേലൂയ ഞാൻ മാർച്ച് 5 സ്തോത്രം ആമേൻ UK കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം, ആമേൻ അവിടെ കടന്നുപോയി. എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് UK സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അവിടെ കടന്നുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം എനിക്ക് ദൈവം ഒരു ആരാധന അവിടെ തുറന്നു തന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന തന്നു. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, പ്രിയ ദൈവത്തിന്റെ ജനമേ, അവിടെ ഞാൻ 4.5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഹല്ലേലൂയ ഇത്രമാത്രം പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഹല്ലേലൂയ എനിക്ക് എണ്ണിത്തീർക്കാൻ പറ്റില്ല. അത്രമാത്രം പേരോട് ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് പറയുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ബസ്സിൽ കയറുമ്പോൾ ഞാൻ മുന്നോട്ടിരിക്കുന്നവരോട് പറയും, തിരിഞ്ഞ് പുറകോട്ടിരിക്കുന്നവരോട് പറയും, അവർക്ക് ട്രാക്ട് കൊടുക്കും. ബസ് സ്റ്റോപ്പിൽ കാണുന്നവരോട് പറയും. ഇങ്ങനെ ഹല്ലേലൂയ കർത്താവ് എൻ്റെ ജീവിതത്തില് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീർന്നു. പക്ഷേ ഹല്ലേലൂയ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നിനക്കൊത്തിരി പ്രതിസന്ധികൾ വരും, നിനക്കൊത്തിരി പ്രതികൂലങ്ങൾ വരും. സ്തോത്രം, എന്നാൽ അതിന്റെ ഒന്നും മധ്യത്തിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ ദൈവം നമ്മെ നിർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ, തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നാൽ സ്തോത്രം 1 മിനിറ്റ് എനിക്ക് ഹല്ലേലൂയ ദൈവം സമയം തരുമ്പോൾ അടുക്കളയിലായാൽ ഞാൻ അവിടെ മുഴങ്കാലുകളെ കുത്തും. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, എവിടെയായിരുന്നാലും മുഴങ്കാലുകളെ കുത്തി ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം ഹല്ലേലൂയ, അതെന്റെ ജീവിതത്തിന്റെ വലിയ വലിയ അത്ഭുതങ്ങളുടെ ഹല്ലേലൂയ വർഷങ്ങളായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ, ഒത്തിരി ഒന്നും വചനമെന്നും അറിയത്തില്ല, പക്ഷേ എനിക്കറിയാവുന്നത് മുഴുവൻ അനേകരോട് പറയുവാനൊക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം തരുവാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്ത ഒരത്ഭുതത്തെ കുറിച്ച് ആമേൻ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ. ഞാൻ UK സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രാവശ്യം ഞാൻ താമസിക്കുന്നതും എൻ്റെ ഹോസ്പിറ്റലും തമ്മിൽ ഒത്തിരി ദൂരമൊന്നുമില്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആമേൻ, ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്തോത്രം, ഞാൻ ഹല്ലേലൂയ സ്റ്റോപ്പിൽ ഇങ്ങോട്ട് നടന്നു പോവുകയാണ്. സ്തോത്രം ഹല്ലേലൂയ, ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഹല്ലേലൂയ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ കുഴിയിൽ വീഴാൻ പോവുകയാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നിയപ്പം ഞാൻ ഒരു കാലൂടൊക്കെ എടുത്തു വെച്ചപ്പോൾ എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. സ്തോത്രം, എന്നാ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലയോ, എന്തോ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അന്നേരം സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണ് നോക്കിയപ്പോൾ എൻ്റെ ഒരു കണ്ണിന്റെ ഫുൾ കാഴ്ചയും എനിക്കില്ല, ഒരു ബ്ലാക്ക് സ്പോട്ടേ എനിക്കുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പതിയെ നടന്ന് എങ്ങനെയൊക്കെയോ നടന്ന് ഞാൻ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവരെന്നെ പെട്ടെന്ന് എമർജൻസി ഐ ഹോസ്പിറ്റലിലേക്ക് എന്നെ വിട്ടു. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻട്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെ ഐ ഉള്ളത് വേറെ ഹോസ്പിറ്റലാണ്, ഐക്ക് സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. അവിടേക്ക് എന്നെ വിട്ടു. അവിടുത്തെ ഡോക്ടർമാര് എന്നെ ചെയ്യാവുന്ന ടെസ്റ്റുകൾ മുഴുവൻ അവർ ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ, അവർ ഡയലേറ്റ് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. എന്നിട്ട് അവർ അവസാനം എനിക്കൊരു ഒരു ആദ്യത്തെ പ്രാവശ്യം ഒന്നും ഡയഗ്നോസ് പറഞ്ഞില്ല. കുറെ ദിവസങ്ങൾ ഇങ്ങനെ പോകേണ്ടി വന്നു. സ്തോത്രം, അവരെനിക്കൊരു ഡയഗ്നോസ് പറഞ്ഞു, വലിയൊരു ഡയഗ്നോസ്. എനിക്ക് ഇപ്പോഴും അത് പറയാൻ അറിയത്തില്ല. പക്ഷേ പല ദിവസങ്ങൾ ഞാൻ പോകുമ്പോഴും ഈ ഐ ഡയലേറ്റ് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വരാന്നവിടെ നമുക്ക് ബസ്സിന്റെ നമ്പർ ഒന്നും കാണത്തില്ല. അന്നേരം ഞാൻ എൻ്റെ കുഞ്ഞിനെ കൂട്ടിയാണ് അവിടെ പോകുന്നത്. എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ അവളെ ബസ് നമ്പർ പറഞ്ഞു തരും, തിരിച്ചിങ്ങനെ വരും. സ്തോത്രം ഹല്ലേലൂയ, പ്രിയ ദൈവത്തിന്റെ ജനമേ സ്തോത്രം. എന്നിട്ട് അവസാനം ഇവരെന്നോട് പറഞ്ഞു, ഇതിന് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടുകയുള്ളായിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്
2006, 2007 ആ സമയത്ത് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്നൊക്കെ ലേസർ ട്രീറ്റ്മെന്റ് കുറവാണ്. കുറെ ദൂരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കണം. സ്തോത്രം. അപ്പോഴ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഒരു ദിവസം ഈ ലേസർ ട്രീറ്റ്മെന്റിന്റെ കൺസെന്റ് ഇട്ട് കൊടുക്കാൻ ഒരു പേപ്പർ വന്നു. ആ കൺസെന്റ് കിട്ടുന്നതിന് മുന്നേ എന്റെ ദൈവം എന്നെ പൂർണ്ണമായിട്ട് എന്റെ ആ കണ്ണിന്റെ കാഴ്ച എനിക്ക് മടക്കി കിട്ടുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്നയോളം ഈ നിമിഷം വരെയും എന്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. ആ കണ്ണിന്റെ കാഴ്ച ദൈവം മടക്കി തന്നു. ആമേൻ. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം ആരെയും കൈവിട്ട് കളയുന്ന ദൈവമല്ല. നീ ഒരു സ്റ്റെപ്പ് ഹാലിൽ എന്റെ ദൈവത്തിന് വേണ്ടി വെച്ചാല് ആമേൻ, പ്രശ്നമില്ലെന്ന് ഞാൻ പറയത്തില്ല, പ്രതികൂലമില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പ്രതികൂലത്തിന്റെ അകത്തായിരുന്നാലും നിന്നെ കരം പിടിച്ച് അക്കരെ കടത്തുവാൻ ശക്തനായ ദൈവമാണ് എന്റെ ദൈവം. സ്തോത്രം. അത് എന്റെ സാക്ഷ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കണ്ണിന് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല. അന്ന് അവരെടുത്ത സ്കാനിന്റെ റിപ്പോർട്ട് എന്റെ ഫയലിനകത്ത് ഇപ്പോഴുമുണ്ട്. ഞാൻ അത് ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം പറയും. സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കടന്നുപോയത് അങ്ങനത്തെ അവസ്ഥയിലൂടെ ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം വലുതാണ്. സ്തോത്രം. നാം വിശ്വസിക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. അതുപോലെ തന്നെ എന്റെ മോന്റെ ജീവിതത്തില് ഹല്ലേലൂയ, ആൽവിന്റെ ജീവിതത്തില് ആമേൻ നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. UK ആയിരുന്നപ്പോൾ എന്റെ കുഞ്ഞന്ന് ചെറുത്, അവന് 3.5, 4, 5 വയസ്സൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ, കുഞ്ഞാണ്. അന്നേരം ഒരു ദിവസം ഞാൻ ഇവനെ കുളിപ്പിക്കുവാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവന്റെ മുട്ടിന്റെ 2 മുട്ടിന്റെയും പുറകുവശത്തായിട്ട് 2 സ്വെല്ലിങ് ഇങ്ങനെ കാണുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വെല്ലിങ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഹല്ലേലൂയ ജനപ്രാക്ടീഷണർ GP ഡോക്ടറെ കൊണ്ട് കാണിക്കുവാനായിട്ട് പോയി. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഇവരിത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് അൺയൂഷ്വൽ ആണ്, പീഡിയാട്രീഷനെ കൊണ്ടുപോയി കാണിക്കണം. പീഡിയാട്രീഷനെ കാണിക്കണമെങ്കിൽ കുറെ വെയിറ്റിംഗ് ആണ്, ഇപ്പോഴൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇവന് ചെറുതായിട്ട് വേദനയുമുണ്ട്. ഒരു കാലിന്റെ ഇച്ചിരി വലുതും ഒരു കാലിന്റെ ഇച്ചിരി ചെറുതും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ വീട് റാന്നിയിലാണ്, എന്നെ കെട്ടിച്ചേക്കുന്നത് റാന്നിയിലാണ്. അന്നേരം ഞങ്ങൾക്കൊരു എമർജൻസി ആയിട്ട് റാന്നിയിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു എമർജൻസി വന്നു. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ മർത്തോമ ഹോസ്പിറ്റലിൽ ഞാൻ അവനെ കൊണ്ടുപോയി കാണിച്ചു. പീഡിയാട്രീഷനെ UK പീഡിയാട്രീഷനെ കാണിക്കുകയാണെങ്കിൽ ഒത്തിരി വെയിറ്റിംഗ് ഉണ്ട്. ഏതായാലും ഇവിടെ വന്നതല്ലേ, ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞ് ആ പീഡിയാട്രീഷനെ കൊണ്ട് കാണിച്ചപ്പോൾ ആ പീഡിയാട്രീഷ്യൻ നോക്കിയിട്ട് അവര് പറഞ്ഞു ഓർത്തോപീഡിക് സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഓർത്തോപീഡിക് സർജനെ അന്ന് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് അന്നേരം തന്നെ കാണാം. ഇതൊരു വൈകുന്നേര സമയമാണ്. ഞാനും എന്റെ നാത്തൂനും മോനൂടാണ് പോയത്. അവിടെ ആ ഓർത്തോപീഡിക് സർജനെ കാണിച്ചപ്പോഴ് സ്തോത്രം ഹല്ലേലൂയ ആ ഡോക്ടർ എന്നോട് പറയാണ്, ആമേൻ, ഇന്ന് രാത്രി തന്നെ ഈ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ അന്നേരം പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് എന്റെ കൂടില്ല, എനിക്ക് തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പറയാൻ പറ്റത്തില്ല, ഡോക്ടർ നമ്പർ താ, ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഹല്ലേലൂയ ആമേൻ വിളിച്ചു പറയാമെന്ന് ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറിന്റെ നമ്പരും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ കടന്നു പോയിട്ട് ആമേൻ ഹല്ലേലൂയ വീട്ടിൽ ചെന്നപ്പോൾ ബ്രദറിലോ പറഞ്ഞു, ആമേൻ, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം. അങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾ അന്ന് രാത്രിയിൽ തന്നെ ഈ മോനെയും കൂട്ടി കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു ഓർത്തോപീഡിക് പ്രൊഫസറെ കാണുവാനായിട്ട് അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി. ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു രാത്രി 9:30, 10 മണിയോളമായി. അവിടെ ചെന്ന് കുഞ്ഞിനെ കാണിച്ചപ്പോൾ ഈ മനുഷ്യൻ, ഈ പ്രൊഫസർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കുഞ്ഞിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, ആമേൻ, നിങ്ങൾ അടുത്ത ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾ ഇത് വലുതാകുന്നുണ്ടോ ചെറുതാകുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ തലയെ കൈവച്ച് ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് ഈ പ്രൊഫസർ ഞങ്ങളെ തിരിച്ചു വിട്ടു. ഞങ്ങൾ അങ്ങനെ തിരിച്ച് 21 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ UK തിരിച്ചു പോകാൻ ഇടയായി തീർന്നു. അന്നൊരു പീഡിയാട്രീഷനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചില് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്.
ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഈ പാസ്റ്റർ ചോദിക്കും ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോ ഈ മോൻ അന്ന് ചെറുതാണ്, സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് എന്റെ കുഞ്ഞിന് 22 വയസ്സുണ്ട്. അന്ന് അവൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ പറയുമ്പോൾ അവൻ എന്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കും. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് മുന്നേ പോയി ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ പോയി. ഞാൻ കുഞ്ഞിന്റെ കാലെ നോക്കിയപ്പോൾ ആ സ്വെല്ലിങ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, അത് മാറിപ്പോയില്ല. സ്തോത്രം ഹല്ലേലൂയ. പിറ്റേ ദിവസവും ഞാന് ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പോയി, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി. ഞാൻ മുന്നിൽ പ്രാർത്ഥിക്കാൻ പോയി. അന്നും എനിക്കൊരു നാണംകേടും തോന്നിയില്ല. കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ വിശ്വാസത്തോടുകൂടി പിന്നെയും പ്രാർത്ഥിക്കുക, ഈ കാലിന്റെ സ്വെല്ലിങ് മാറണമേന്ന്. ആമേൻ. അങ്ങനെ ഞാൻ അന്നത്തെയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കടന്നുപോയി. സ്തോത്രം ഹല്ലേലൂയ. അന്നൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറെയാണ്. സ്തോത്രം. അന്ന് രാത്രിയില് കുഞ്ഞിന്റെ കാലെ നോക്കുവാൻ ഒന്നും പറ്റിയില്ല. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പിറ്റേ ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജോലിക്ക് പോയി. 2-3 ദിവസത്തേന് ഞാൻ കുഞ്ഞിനെ നോക്കിയൊന്നുമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ പറയട്ടെ, ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാൻ ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ ആ 2 സ്വെല്ലിങ്ങും അവിടെ ഇല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു പീഡിയാട്രീഷ്യനെ ഇതുവരെയും കാണിച്ചിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. പീഡിയാട്രീഷ്യന്റെ അപ്പോയിന്റ്മെന്റ് പോയിട്ടില്ല. എന്റെ ദൈവം അന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി. സ്തോത്രം. ഇന്ന് വരെയും ഹല്ലേലൂയ അവന് യാതൊരു കുഴപ്പവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലാ. നമ്മൾ ചിന്തിച്ചേക്കാം ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും, അന്നേരം നമ്മൾ നെഗളിച്ചു പോകാൻ ഇടയായി തീരും. അല്ലെങ്കിൽ നാം പറയും ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇത് നടന്നതെന്ന് നാം പറഞ്ഞേക്കാം. പക്ഷേ കർത്താവ് ഹല്ലേലൂയ ദൈവം തന്റെ മഹത്വം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. സ്തോത്രം. അവന്റെ നാമം മഹത്വം എടുക്കത്തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ വിളിക്കുന്ന ദൈവം സ്തോത്രം ഹല്ലേലൂയ ജീവനുള്ള ദൈവമാണ്. അവൻ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, അവന്റെ ജീവിതത്തിൽ അത്ഭുതം ദൈവം അന്ന് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവിടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സമയമുള്ളത് കൊണ്ട്, അനേകരോട് സുവിശേഷമൊക്കെ പറയാനുള്ളത് കൊണ്ട് എനിക്ക് ആ രാജ്യത്തുനിന്ന് വേറെ എങ്ങോട്ടും പോകുവാനായിട്ട് ഇഷ്ടമല്ല. ഹല്ലേലൂയ. കാരണം നല്ല ആരാധനയുണ്ട്, നല്ല കൂട്ടായ്മകളുണ്ട്. ആമേൻ. എനിക്ക് സുവിശേഷം പറയാൻ യാതൊരു പ്രശ്നവുമില്ല. കുടുംബം ആമേൻ സ്വസ്ഥമായിരിക്കുന്നു. എല്ലാം കൊണ്ട് ഞാൻ അവിടെ ഹല്ലേലൂയ സെറ്റിൽ ആകാമെന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങ് നിൽക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ ചർച്ചിലെ ഹല്ലേലൂയ ഒരു പ്രാവശ്യം 21 ദിവസത്തെ ഹല്ലേലൂയ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന ഒരു ദിവസത്തിലെ ഹല്ലേലൂയ ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് ആണ്. അന്ന് ഒരു ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ കുടുംബമായി ഞാൻ വേറൊരു ദേശത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷേ അത് കേട്ടു, ഞാൻ കേട്ടില്ല, ഞാൻ മറന്നുപോയി. എന്നാന്ന് വെച്ചാ എനിക്ക് ആ രാജ്യത്തൊന്നും വേറെ എങ്ങോട്ടും പോകണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കാം, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. അന്നേരം എന്റെ വേറെ ഒരു സിസ്റ്റർ ഈ ഓസ്ട്രേലിയക്ക് ഓൾറെഡി വന്നിട്ട് 2 വർഷത്തോളമായി. അന്ന് 2007-8 ആ കാലയളവില്. അന്നേരം സ്തോത്രം അവൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അന്നേരം 2008 ആമേൻ ഹല്ലേലൂയ ആ ജാനുവരി മാസത്തില് ആമേൻ ഈ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക്, ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിലേക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ഇത് വന്നു. ആൾക്കാരെ എടുക്കുന്നു, നേഴ്സുമാരെ എടുക്കുന്നു എന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് വന്നപ്പോൾ ഹല്ലേലൂയ എന്റെ ഇളയ അനിയത്തി ആമേൻ, വേറെ ഞങ്ങൾ 4 സിസ്റ്റർമാരാണ്. ഞങ്ങൾ 4 പേര് UK-യിലായിരുന്നു. അവിടുന്ന് 3 പേര് ഓസ്ട്രേലിയക്ക് വന്നു. പക്ഷെ ഒരു സിസ്റ്റർ ഇപ്പോഴും UK തന്നെ സെറ്റിൽഡ് ആണ്. ഹല്ലേലൂയ. ആ മറ്റേ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്ററും ഹസ്ബൻഡും എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, എന്നോട് ഒന്നും ഇനി ചോദിക്കാനേ വരണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ അങ്ങനെ ഒരിക്കലും പോകത്തില്ല, അവിടുന്ന് വരത്തില്ല എന്ന് പറഞ്ഞ് നിന്ന വ്യക്തിയാണ്. സ്തോത്രം. എന്നാല് ഈ ഇന്റർവ്യൂവിന്റെ അവസാന ദിവസം എന്ന് പറയുന്നത് 2008 ജാനുവരി മാസം 21-ാം തീയതിയാണ്. ഹല്ലേലൂയ. ആ 21-ാം തീയതി, ജാനുവരി മാസം 21-ാം തീയതി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഞാൻ എന്റെ തിയേറ്ററിനകത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അവിടെ ആരുമില്ല, ഞാൻ മാത്രം അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിനകത്തോട്ട് ദൈവം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നീ എന്തുകൊണ്ടാ പോകാത്തേന്ന് എന്നോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് പോകുന്നില്ല? അന്നേരം ഞാൻ കർത്താവേ
എനിക്ക് പോകണ്ട, എനിക്കിവിടെ ആരാധനയുണ്ട്, എനിക്ക് ഈ ഓസ്ട്രേലിയയിൽ ചെന്ന ആരുണ്ടെന്നോ എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഇവിടെ എല്ലാം ഉണ്ട്, സമാധാനത്തോടെ കർത്താവെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമാ എന്നൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെ പറയാണ്. പക്ഷേ ദൈവത്തിന്റെ ആ വാക്ക് അത് എന്തുകൊണ്ടെന്ന് എനിക്ക് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു ഒരു മനസ്സിനകത്തൊരു ഇതുപോലെ വന്നിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ലേഡിയെ എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് ഇവരെ ഒന്ന് വിളിക്കാൻ ഇടയായി തീർന്നു. അന്നേരം തന്നെ ആ ഒരു ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ അന്നേരം അവരെന്നോട് പറയാണ്, ഇന്ന് ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്, 5 മണിക്ക് ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്, അതിനു മുന്നേ നീ ആപ്ലിക്കേഷൻ വിടാമെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ 8 മണിക്ക് ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ, എനിക്ക് 5:30 വരെ ജോലിയുണ്ട്. 5:30 കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടേ എനിക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്നേരം ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്കിന്ന് ജോലിയാണ്, 5:30 വരെ ജോലിയുണ്ട്, ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അയക്കട്ടെ എന്ന് ഇവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് യേസു പറഞ്ഞു. അവര് 5 മണിക്ക് മുന്നേ അയക്കണമെന്ന് പറഞ്ഞോര് എന്നോട് പറഞ്ഞു നീ വീട്ടിൽ ചെന്നിട്ട് അയക്കാൻ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു പേപ്പർ അയച്ചാൽ മതിയായിരിക്കും. അച്ചാച്ചനോട്, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, അച്ചാച്ച ഇതൊന്ന് അയക്കാമോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാണ്, ഇത്രയും നാളും പോകണ്ടെന്ന് പറഞ്ഞിരുന്ന ആള് ക്ലോസിംഗ് ടൈമും കഴിഞ്ഞപ്പം അയക്കാൻ പോകുന്ന എന്തുവാ, പോകുന്നില്ല, ഞാൻ അയക്കത്തില്ലെന്ന് പറഞ്ഞു. അച്ഛൻ അയക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും അന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ അത് അയച്ചു. എങ്ങനെ അയച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല. പക്ഷെ അത് അയച്ചു. അയച്ചിട്ട് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇവര് ടെലിഫോൺ ഇന്റർവ്യൂ എടുക്കും ആദ്യം. അത് കഴിഞ്ഞിട്ട് അവര് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അന്നേരം എന്റെ സിസ്റ്ററിന്റെ ഫേസ് ടു ഇത് കഴിഞ്ഞു, ടെലിഫോൺ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്ന ആളല്ലേ. അന്നേരം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഇവരെന്തുവാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാൻ ഒത്തിരി നാളായില്ലേ നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട്, എനിക്കൊന്നും അറിയത്തില്ല. അന്നേരം എന്നോട് പറഞ്ഞു, ടെലിഫോണിൽ കൂടെ അല്ലേ അവർ ചോദിക്കുന്നത്. അന്നേരം എല്ലാരും തന്നെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി എല്ലാ സോഫായിലൊക്കെ ഒട്ടിച്ചു വെക്കും, എന്നിട്ട് ചോദിക്കുമ്പോൾ നോക്കി പറയുമെന്ന്. അന്നേരം ഞാനും എഴുതി, കുറെ ആൻസറുകൾ എഴുതി, ഒരു സോഫയുടെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേ അറ്റം വരെ ഞാൻ എഴുതി ഒട്ടിച്ചു വെച്ചു. ഇവരെന്നെ വിളിച്ചു ഇന്റർവ്യൂവിന്, ടെലിഫോൺ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇവരെന്നോട് എന്റെ ഫാമിലിയെ കുറിച്ചും ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റിനെ കുറിച്ചും എന്തോ ചോദിച്ചു. എന്നോട് ഒരു ക്വസ്റ്റ്യനും അവർ ചോദിച്ചില്ല. അങ്ങനെ ഇവര് ഞാൻ ജയിച്ചു, ടെലിഫോൺ ഇന്റർവ്യൂവിന് ഞാൻ ജയിച്ചിട്ട് ഇവരെന്നോട് പറഞ്ഞു, നീ ലണ്ടനിൽ വന്നിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലണ്ടനിൽ പോകണമെങ്കിൽ 10 മണിക്കൂർ കൂടുതൽ ട്രെയിനിൽ പോകും. അങ്ങനെയാണെങ്കിൽ എന്നെ ആര് കൊണ്ടുപോകും? എന്നെ എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഞാൻ അന്നേരം അവര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു യേസ് എന്ന് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. എങ്ങനെയോ അങ്ങ് പറയുക, ഇതെല്ലാം ദൈവം പറയിപ്പിക്കുവാണേ. അങ്ങനെ അങ്ങ് പറഞ്ഞു. എന്നിട്ട് ഇവര് വർത്താനമൊക്കെ പറഞ്ഞ് ഇവര് ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇവരോട് ചോദിച്ചു, ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, എനിക്ക് നീ ഈ മാഞ്ചസ്റ്ററിൽ ഒരു ഇന്റർവ്യൂ ഡേറ്റ് തരാമോ എന്ന് ചോദിച്ചു. മാഞ്ചസ്റ്റർ നമ്മുടെ അടുത്താ. അന്നേരം തരാമോ എന്ന് ചോദിച്ചപ്പം ഇവര് പറഞ്ഞു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ 15 മിനിറ്റ്സ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന ദിവസം വൈകിട്ട് വേണോ, ഇന്ന ദിവസം രാവിലെ വേണോ, 2 ഡേറ്റ് എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു, നീ പറ ഏത് ദിവസം വേണ്ടേന്ന്. അങ്ങനെ പറയുമ്പോൾ എന്റെ സിസ്റ്ററിന്റെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് മുന്നേ തന്നെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട്, സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് സെലക്ഷനുമായി. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നെ ദൈവം അയക്കുവാൻ വേണ്ടി എന്നോടൊരു വാക്തത്വം പറഞ്ഞത് എന്റെ തലയിൽ അത് കിടപ്പുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ദൈവത്തിന്റെ വാക്കാണെങ്കിൽ അത് നിവർത്തിക്കണമെങ്കിൽ കർത്താവ് ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുക, ചെറിയ കുഞ്ഞുങ്ങളാ. അന്നേരം ഞാൻ പറഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു, നിനക്ക് ഓസ്ട്രേലിയയിൽ എവിടാ പോണ്ടേ? അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഓസ്ട്രേലിയയെ കുറിച്ചൊന്നും അറിയത്തില്ല, റൂറലിൽ പോണോ സിറ്റിയിൽ പോണോ എന്നൊക്കെ എന്നോട് ഇവിടെ ചോദിക്കുക. റൂറൽ എന്താന്ന് പറഞ്ഞാൽ പോലും എനിക്ക് എന്താന്ന് അറിയില്ല എന്ന്. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു, നീ അവിടെ PR ഇല്ലാതെ പോയാല് നിന്റെ കുഞ്ഞുങ്ങൾക്ക്, സ്തോത്രം ഹല്ലേലൂയ, പഠിക്കാനൊക്കെ പൈസ കൊടുക്കണം. സ്തോത്രം. അന്നേരം ഞാൻ നിനക്ക് PR തന്നുവിടാം, പെർമനന്റ് റെസിഡൻസി തന്നുവിടാമെന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് എന്നോട് പറയാ, വർക്ക് വിസായി പോയാ നീ ചിലതിനൊക്കെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നിനക്ക് ഞാൻ PR തന്നുവിടാം. അങ്ങനെ ഇവരെനിക്ക്, ഞാൻ ഈ സിറ്റിയിൽ ഇവിടെ സിഡ്നിയിലെ ഹോസ്പിറ്റലിന്റെ ഒരു കാർഡും തന്ന്, ആമേൻ, ഞാൻ ഇന്നിടത്താ നിന്നെ സ്പോൺസർ ചെയ്യുന്നത് ഇവരാണ്, നീ PR ആപ്ലിക്കേഷൻ ഒക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്നോട് പറഞ്ഞു 1.5 വർഷം എടുക്കുമെന്ന് പറഞ്ഞു.
PR-ന്റെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ. അങ്ങനെ ഞാൻ ഇതെല്ലാം കേട്ട് വീട്ടിൽ വന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനോട് ഈ ഒരു 40 പേജുണ്ട് PR-ന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ. അന്ന് എല്ലാം പേന കൊണ്ട് എഴുതണം. മുഴുവൻ എഴുതി ഞങ്ങളെ ഇവിടെ ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തെ ഒരിടത്തേക്കാണ് അയച്ചത്. സ്തോത്രം, പാരമറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഇത് അയച്ചു. സ്തോത്രം, ഹാല്. എന്നാൽ 1 മാസത്തിന് ഒരു അനക്കവും കിട്ടാതെ വന്നപ്പോ ഞാൻ ഈ നമ്പറില്, ഇവിടുത്തെ നമ്പറിൽ ഒന്ന് വിളിച്ചു. എന്താ അനക്കം, ഒന്ന് കിട്ടിയോ, നമ്മുടെ പേപ്പർ കിട്ടിയോ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഈ രാത്രി, അവിടുത്തെ രാത്രി ഇവിടുത്തെ പകലും അലാം രാത്രി 1 മണിക്ക് എഴുന്നേറ്റ് വെച്ച് 1 മണിക്കൂർ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു ഫോണെ. ഇവിടെ ഒരാൾ എടുത്തിട്ട് എന്റെ പേപ്പർ നോക്കിയിട്ട് ഇവിടെ എങ്ങും പേപ്പർ ഇല്ല. ആപ്ലിക്കേഷൻ വിട്ടത് എവിടെ കിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷെ ഇയാൾ എന്നോട് പറഞ്ഞു, നീ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ എല്ലാ ഓഫീസിലും പോയി നോക്കട്ടെന്ന് പറഞ്ഞ് ഇയാള് എല്ലാ ഓഫീസിലും കടന്നു ചെന്നിട്ട് ഇയാൾ അവസാനം ഇയാൾക്ക് എന്റെ പേപ്പർ കിട്ടി. ഞാൻ അയച്ച അഡ്രസ്സ് റോങ് ആയിരുന്നു. നമുക്ക് അയക്കേണ്ട അഡ്രസ്സ് റോങ് അയച്ചപ്പോൾ, പക്ഷെ ഞാൻ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനെന്ന് ഞാൻ പലപ്പോഴും അയാളെ കുറിച്ച്, നമ്മളൊന്നും ചെയ്യത്തില്ല, 1 മണിക്കൂർ പോയി ചുറ്റി നടന്ന് നോക്കി വേറെ എങ്ങോ ഒരു ഓഫീസിൽ പോയി അയാൾ എന്റെ പേപ്പറും എടുത്തോണ്ട് എന്റെ ഒരിക്കൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് കേസ് ഓഫീസറെ ആക്കി തന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, 1.5 വർഷം PR എടുക്കുമെന്ന് അവര് പറഞ്ഞെങ്കിൽ സ്തോത്രം, 2 മാസവും 28 ദിവസവും ആയപ്പോൾ സ്തോത്രം, എന്റെ PR, കുടുംബത്തിന്റെ PR അടിച്ചു കിട്ടുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കിട്ടുന്ന സമയം മുട്ടുകുത്തുമെന്ന്. ഒരു ദിവസം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ ആൾക്കാർ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തപ്പോ അവരെന്നോട് ചോദിച്ചു, നിന്റെ PR വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, PR വന്നില്ല, ഞാൻ കണ്ടില്ല. എന്നോട് അന്നേരം പറഞ്ഞു, നിന്റെ നെറ്റ് തുറന്നു നോക്കിക്കേ, നിന്റെ PR വന്നു കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞേ, 2 മാസവും 28 ദിവസവും ആയപ്പോൾ സ്തോത്രം, ദൈവം ഈ ദേശത്തേക്ക് കടന്നു വരുവാനുള്ള ആമേൻ വിസ, ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം നിന്നോട് പറഞ്ഞെങ്കിൽ, ഞാൻ നിന്നെ വേറൊരു ദേശത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞെങ്കിൽ സ്തോത്രം, ദൈവം അയക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്തോത്രം, നിന്നെ നടേണ്ടത് എവിടാണെന്ന് ദൈവത്തിനറിയാം. നിന്നെ ആക്കേണ്ടത് എവിടാണെന്ന് ദൈവത്തിനറിയാം. എന്നെ കുടുംബമായി ഈ ദേശത്ത് അയച്ചതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ 2009 ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മാർച്ച് മാസം 9-ാം തീയതി ഞാൻ ഈ സിഡ്നിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. 1 മാസം ഞാൻ ഹല്ലേലൂയ ആ അവധി കിട്ടിയപ്പോൾ ഞാൻ നാട്ടിൽ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ഒരു ദൈവദാസിയിലൂടെ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് എങ്ങും വേറെ പോകണ്ടെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞേ, എനിക്ക് ആരാധന നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ്. എനിക്ക് ആരാധനയില്ലാതെ ജീവിക്കാൻ, എന്റെ കർത്താവിന്റെ കൂടെ എനിക്ക് ഈ ഓസ്ട്രേലിയ വന്ന ഒരു മനുഷ്യരെ പോലും എനിക്ക് അറിയത്തില്ല, ഒരു പെന്തക്കോസുകാരെ പോലും എനിക്ക് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് എങ്ങനെയായി തീരുമെന്നൊക്കെ ഉള്ള എന്റെ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ UK കടന്നു പോരുന്നതിന് മുമ്പേ എന്റെ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഞാൻ ഒരു ചെറിയ കൂട്ടത്തിന്റെ മുന്നിലിരുന്ന് ആരാധിക്കുന്നത് ദൈവം എന്നെ കാണിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഒരു ദൈവദാസിയിലൂടെ എന്നോട് പറഞ്ഞു, 2009 ആനിമോൾക്ക് ആരാധനയില്ല, 2010 ദൈവം ആരാധന തുറന്നു തരും, ആദ്യ മാസങ്ങളില് ആരാധന തുറന്നു തരുമെന്ന്. അതെന്താണെന്നറിയാമോ? കാരണം എന്നോട് പറഞ്ഞത്, ഞാൻ വിഷമിക്കരുത്, കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ആരെ ഇവിടെ അറിയത്തില്ല, പെന്തക്കോസ്തുകാരെ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് നീ ഇരിക്കുകയല്ലേ, നിനക്ക് 2009 ആരാധനയില്ല, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്ന് പറഞ്ഞാണ് എന്നെ ബലപ്പെടുത്തിയാണ് അവിടുന്ന് വിട്ടത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, 1 വർഷം ഞാൻ തന്നെ വീട്ടിലിരുന്ന് ആരാധിച്ചു. സ്തോത്രം, എനിക്ക് ഒരു മനുഷ്യരെ അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഞാൻ പറഞ്ഞില്ല, ഞാൻ സിറ്റിയിലാ, ഒരു ഹോസ്പിറ്റലുകാരാണ് എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നത്. അവിടെ നമുക്ക് താമസിക്കണമെങ്കിൽ ഭയങ്കര ഹല്ലേലൂയ വാടകയാണ്, നമുക്കവിടെ വീട് വാങ്ങിക്കാൻ ഒന്നും പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ നെറ്റ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഇപ്പം ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഒരു വേക്കൻസി കാണുവാൻ ഇടയായി തീർന്നു. ഇത് 2009 നടക്കുന്ന കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ ചെന്ന് ഒരു CV ഇവർക്ക് വേണ്ടി അയച്ചു. ആ CV 1 പേജേ ഉള്ളൂ, എനിക്ക് ഒത്തിരി CV ഒന്നുമില്ല. ആ CV ഹല്ലേലൂയ അവര്
തുറന്നു നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവിടുത്തെ നാം പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നോട് പറഞ്ഞു ഒന്നുകൂടെ വിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ഒന്നുകൂടെ വിട്ടു. ഹാലലുയ. അങ്ങനെ ഞാൻ അവിടെ 10 മാസം അവിടെ ജോലി ചെയ്തു. സ്തോത്രം. എന്നെ ഇവർ ഇന്റർവ്യൂവിന് വിളിച്ച ദിവസത്തെ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഇന്റർവ്യൂവിന് വിളിച്ച ആ ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഹാലലുയ, ഈ ഭയങ്കര മഴ. സ്തോത്രം. നമുക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സൈസിലെ മഴ. ഹാലലുയ. അന്ന് എന്റെ മോക്ക് ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്റെ ഹസ്ബൻഡ് മോളെയും കൊണ്ട് ഡെന്റൽ അപ്പോയിന്റ്മെന്റിന് പോയി. ഈ മോൻ ചെറിയ മോനാ അന്ന്. ഹാലലുയ. അവനെയും കയ്യിൽ പിടിച്ച് ഹാലലുയ ഞങ്ങൾ ദൂരം നടന്ന് ബസ് സ്റ്റോപ്പിൽ വരണം. ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴ ഹാലലുയ ഈ മഴയും പിടിച്ച സമയത്ത് ഹാലലുയ അന്ന് ഞാൻ അറിയാണ് ബസ് സ്ട്രൈക്ക് ആണെന്ന്. ഹാലലുയ. ബസ് സ്ട്രൈക്കായി പോയി. എനിക്ക് ബസ്സിന് കയറി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നെങ്കിൽ മാത്രമേ ട്രെയിന് കയറി ഈ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ. ഇന്റർവ്യൂവിന്റെ ടൈമിന് എത്തണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. കാണുന്ന ടാക്സിക്കെല്ലാം ഞങ്ങൾ കൈ കാണിച്ചിട്ട് ഒരു ടാക്സി പോലും നിർത്തത്തില്ല. അന്നേരം ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങൾ കരം കോർത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പറയുന്ന പോലെ അവൻ അന്ന് പ്രാർത്ഥിക്കും. ഹാലലുയ. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിൽക്കുകയാണ്. കാണുന്ന ടാക്സിക്കൊക്കെ കൈ കാണിച്ചിട്ട് ആ ടാക്സികൾ ഒന്നും നിർത്തത്തില്ല. അന്നേരം അവിടെ വേറെ ഒരു ലേഡിയും കൂടെ വന്നു. അന്നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു, ടാക്സി നിർത്തുവാണെങ്കിൽ 3 പേർ കൂടെ ഷെയർ ചെയ്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹാലലുയ. ആമേൻ. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം. ഹാലലുയ. സാരെഫാത്ത് ഒരുക്കിയ ദൈവം. നിന്റെ മുൻപിലെ വഴി അടഞ്ഞു പോയാല് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു ടാക്സി നിർത്താതിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കാണുകയാണ്. സ്തോത്രം. ഹാലലുയ. ഒരു ബ്ലൂ കാറ് ഞങ്ങളുടെ മുന്നേ കൂടെ പല കാറുകൾ കടന്നു പോകുന്നുണ്ടല്ലോ. ഒരു ബ്ലൂ കാർ കടന്നു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു. ഈ കാർ അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ കണ്ടില്ല കാറ്. അങ്ങ് പോയിട്ട് തിരിച്ച് ആ കാർ യൂട്ടേൺ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ആ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഹാലലുയ അവര് ചോദിച്ചു. അതിൽ ഒരു ലേഡി ആയിരുന്നു. അവര് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ പോകാനാണെന്ന്. സ്തോത്രം. അന്നേരം ഞങ്ങൾ പറഞ്ഞു സെൻട്രൽ സ്റ്റേഷനിൽ പോകാനാണെന്ന്. ഞങ്ങളോട് പറഞ്ഞു കയറാൻ പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ ആ 3 പേരും ആ കാറിൽ കയറി. ഹാലലുയ. ആ കാറിൽ കയറി ഇരുന്നപ്പോഴ് അവര് പറയാണ്. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് വരുന്നപ്പോൾ എന്നോട് ഒരാൾ സംസാരിച്ചു. സ്തോത്രം. അവളോട് ഇങ്ങനെ പറഞ്ഞത്. സ്തോത്രം. നീ തനിച്ച് കാറിൽ പോവുകയാണ്. അടുത്ത 4 സീറ്റ് വെറുതെ കിടക്കുകയാണ്. അനേകര് ബസ് കിട്ടാതെ. സ്തോത്രം. ആമേൻ. ബസ് സ്റ്റോപ്പുകളിൽ ഹാലലുയ ആമേൻ അവർക്ക് എത്താൻ പറ്റാതെ നിൽക്കുമ്പോൾ നീ അവരെ പോയി വിളിച്ചോണ്ട് പോകണമെന്ന് ദൈവം അവരോട് സംസാരിച്ചു. സ്തോത്രം. ഹാലലുയ. അതുകൊണ്ടാണ് ആ ലേഡി അവിടെ വന്ന് നിർത്തിയിട്ട് ഞങ്ങളെയും കയറ്റിക്കൊണ്ട് സ്തോത്രം സെൻട്രൽ സ്റ്റേഷന്റെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾ അവളോട് ചോദിച്ചു നിനക്ക് എത്ര രൂപയാ വേണ്ടേ? അവൾ ഒരു പൈസ പോലും ഞങ്ങളോട് വാങ്ങിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞ. ആമേൻ. അങ്ങനെ ഞങ്ങളെ ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുവിട്ടു. എൻ്റെ കുഞ്ഞവളെ ഹല്ലേലൂയ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സ്തോത്രം. അങ്ങനെ ഞാൻ വന്നു. സ്തോത്രം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിക്കുക നാളെ വന്ന് ജോയിൻ ചെയ്യാമോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ആക്കേണ്ടടുത്ത് ആക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ പറയട്ടെ, 2010 തുടങ്ങി ഈ നിമിഷം വരെ ഞാൻ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിലാണ്. സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആമേൻ. ഹാലലുയ. ഈ ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ തിയേറ്ററിലെ 95% ആൾക്കാരോട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് അതിനുള്ള വഴികളെ തുറന്നു തരുന്നുണ്ട്. സ്തോത്രം. പ്രഭാതത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, കർത്താവെ ഇന്നൊരു വ്യക്തിയോട് സുവിശേഷം പറയാൻ കർത്താവ് വഴി തുറന്നു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അന്ന് കർത്താവ് ഡെഫിനിറ്റ്ലി വഴി തുറന്നു തരും. ദൈവം ദൈവം വാക്കു പറഞ്ഞാല് ദൈവം മാറാത്ത ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമാണ്. അനേകരോട് സുവിശേഷം പറയാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരോട് ഹാലലുയ കർത്താവിന്റെ വചനം പറയാൻ ഒക്കെ ദൈവം അടിയനെ ഹാലലുയ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹാലലുയ. അങ്ങനെ ഞങ്ങളെ ഹാലലുയ ആ സിറ്റിയുടെ പ്രദേശത്തു നിന്ന് ഇവിടോട്ട് മൂവ് ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹാലലുയ. അങ്ങനെ ഞങ്ങള് ഒരിടത്ത് വന്ന് റെന്റിന് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന് വിടണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു മസ്റ്റ്
മസ്റ്റാണ്, കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിച്ചിരിക്കണമെന്നുള്ളത് മസ്റ്റാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാന് പറഞ്ഞല്ലോ, ആ ദൈവദാസിയിലൂടെ എന്നോട് പറഞ്ഞു 2009 എനിക്ക് ആരാധനയില്ല, 2010 ദൈവം തുറന്നു തരുമെന്ന് പറഞ്ഞു. സ്തോത്രം. അന്നേരം ഞാൻ ഓരോ ദിവസവും കർത്താവിനോട് പറയും, കർത്താവ് 2010 ആരാധന തുറന്നു തരാമെന്ന് പറഞ്ഞ കർത്താവ് എവിടെയെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആരാധനയ്ക്ക് ദാഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് പൊക്കോണ്ടിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലാണ്. ഞാനും 2 സഹോദരിമാരോട്, ഞങ്ങൾ 3 കുടുംബവും പോകുന്നത് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലാണ്. ഇംഗ്ലീഷ് സർവീസ് ആണ് അവിടെ. അങ്ങനെ ഒരു ദിവസം ഹല്ലേലൂയ അവിടെ പോയപ്പോൾ, ആ പോകുന്നതിന് മുമ്പത്തെ കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ സ്വിമ്മിംഗ് പൂളിൽ കുഞ്ഞുങ്ങളെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം എന്റെ മോളുടെ കൂടെ സ്വിമ്മ് ചെയ്യുന്ന ഒരു പെന്തക്കോസ് ഒരു മുസ്ലിം ലേഡി ഉണ്ട്. ഹാലേലുയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെന്തക്കോസുകാരെ ആരെ പോലും അറിയില്ല, ഒരു വ്യക്തികളെ എനിക്കറിയില്ല. അന്നേരം മുസ്ലിം ലേഡി ഉണ്ട്. അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അന്നേരം അടുത്ത 2 ആഴ്ചയായിട്ട് ഇവരെ കാണുന്നില്ല. ഇവരെ കാണാതിരുന്നപ്പോ ഇവരെന്ത് ചെയ്യുന്ന എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നി. എന്നിട്ട് വേറൊരു ദിവസം വന്നപ്പോ ഇവരെ ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നീ കഴിഞ്ഞ 2 ആഴ്ച എവിടെയായിരുന്നു? ഞാൻ നിന്നെ നോക്കിയല്ലോ. എനിക്ക് ഈ സുവിശേഷം പറയാനാണ് ഇവരോട് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു, തിങ്കളാഴ്ച നല്ല ഒരു പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, നീ കുഞ്ഞിനെ അന്ന് വിട്ടാല് നിനക്ക് നല്ലതാന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ പോയിട്ട് കുഞ്ഞിന് വേണ്ടി, മോക്ക് വേണ്ടിയുള്ളത് മാറ്റിയിട്ട് തിങ്കളാഴ്ചത്തെ ആക്കി. അങ്ങനെ അടുത്ത തിങ്കളാഴ്ച ഞാൻ അവിടെ ചെന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ നിന്ന് പൈസ പേ ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ, ഞാൻ ഒരു നെറ്റിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പേരിങ്ങനെ കണ്ടു, തോമസ് എബ്രഹാം. തോമസ് എബ്രഹാം എന്നൊരു ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ എവിടോ പ്രസംഗിക്കുന്നതിന്റെ ഒരു കട്ടിങ്ങാ ഞാൻ കണ്ടത്. പക്ഷെ അത് ആരാന്ന് എനിക്കറിയത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു പെന്തക്കോസുകാരെ എനിക്ക് ഇവിടെ എങ്ങും അറിയില്ല. അങ്ങനെ ഞാൻ ആ ക്യൂവിൽ നിന്നപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരാൾ അവിടെ നിൽക്കുന്ന കൂട്ട് എനിക്ക് തോന്നിയതാണ്. പക്ഷെ ഞാൻ മിണ്ടിയില്ല. ഞങ്ങളുടെ പാസ്റ്റിനെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് പോലൊക്കെ തോന്നും. പക്ഷെ അന്നേരം എനിക്ക് തോന്നിയത് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അന്ന് മിണ്ടിയതേ ഇല്ല. പിന്നെ അടുത്ത തിങ്കളാഴ്ച ഞാൻ ഇതുപോലെ തന്നെ ചെന്ന് നിന്നപ്പോൾ ആ ആൾ അവിടെ തന്നെ നിൽക്കുന്നു, ആ ക്യൂവിൽ തന്നെ നിൽക്കുന്നു പൈസ പേ ചെയ്യാൻ. അന്നേരം എന്റെ മനസ്സിനകത്തൊന്ന് മിണ്ടണമെന്നുണ്ട്, മലയാളിയാണോ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെങ്ങനെ ചോദിക്കുന്നേന്നുള്ള ഒരു മനസ്സിന്റെ ഒരിതും. എന്നാലും ഞാൻ ഒരു വാക്ക് ചോദിച്ചു. ഞാൻ ആദ്യം ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, പാസ്റ്റർ തോമസ് എബ്രഹാം ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഈ 2 കാര്യമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ ഞാൻ തിരിച്ചു പോയി അവിടെ പോയി ഇരുന്നു, അച്ചാച്ചൻ്റെ അടുക്കെ പോയി അവിടെ ഇരുന്നു. പക്ഷെ പാസ്റ്റർ പോയിട്ട് വൈഫിനെ വിട്ടു, എൻ്റെ അടുക്കെ വിട്ടു. ഞങ്ങൾ അങ്ങനെ 2 പേരോടെ സംസാരിച്ചു. അങ്ങനെ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടി. അവളുടെ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവളോട് സംസാരിക്കും, എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയും. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖാന്തരങ്ങളെ ഒരുക്കുന്ന ദൈവമാ. കാരണം എന്നാന്ന് വെച്ചാൽ, മുസ്ലിമിലൂടെ വേണമെങ്കിൽ ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും. കാക്കയിലൂടെ ഭക്ഷണം കൊടുത്തെങ്കിൽ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം വിവിധ രീതികളിലൂടെ ആയിരിക്കും. ഈ പാസ്റ്ററും ഭാര്യയും അവര് കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ ഒരു കാര്യമുണ്ടായി. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എല്ലാ 3 മാസവും കൂട്ടുമ്പോഴും ഔട്ടിങ്ങിന് പോയി ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് എല്ലാവരും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം ഇപ്പോഴും ഉണ്ട്. അന്ന് ഒരു പ്രാവശ്യം ഇവര് പോയപ്പോൾ അവരുടെ കുഞ്ഞന്ന് മോൻ ചെറുതാ, അവൻ അവിടുത്തെ ഒരു പൂളിനകത്ത് ചാടുവോ അങ്ങനെ ഒരു ഇത് വന്നു. അന്നേരം അവർക്ക് സ്വിമ്മിങ് അറിയത്തില്ല. അന്നേരം പാസ്റ്ററിനോട് എല്ലാരും പറഞ്ഞു, കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന് വിടണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ അവർ 4 ആഴ്ച എങ്ങാണ്ട് ആകെ ആ സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴികളാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങള് ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചിലാണല്ലോ പൊക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം സൺഡേ ഞങ്ങൾ ആരാധനയ്ക്ക് 3 കുടുംബവും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുക. അന്ന് ആ മിനിസ്റ്റർ അവിടെ പ്രസംഗിച്ചത് ഉത്തമഗീതത്തിൽ നിന്ന് എടുത്ത് പ്രസംഗിച്ചപ്പം ഒരു വേൾഡിലി ടോക്ക് പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. അന്നേരം ഞങ്ങൾ വീട്ടിൽ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം 3 പേരോട്, ആണുങ്ങൾ 3 പേരോട് പറയണം, ഇത് കേൾക്കാനല്ലല്ലോ നമ്മൾ പള്ളിയിൽ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അന്നേരം അടുത്ത ഞായറാഴ്ച ആയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിടണം, നമുക്ക് പള്ളിയിൽ പോകണം. അച്ചാച്ചൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. അങ്ങനെ
അന്നേരം ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. അന്നേരം ഞാൻ വണ്ടിയിലിരുന്ന് തന്നെ ഞാനും ജോയ്സുമായിട്ട് മിണ്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ ഞാൻ വേറെ ഒരിടത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ കാറിൽ ഇരുന്നപ്പോ തന്നെ മൗനം സമ്മതം എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വന്ന് ഞങ്ങളെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് പോകാമോ എന്ന് ചോദിച്ച്. അന്ന് ഞങ്ങളുടെ പള്ളിയുടെ ആരാധന എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായിരുന്നു, ഇപ്പൊ രാവിലെയാണ്. പക്ഷെ അന്ന് ദൈവം എനിക്ക് വഴി തുറന്നു തന്നു. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ഞാൻ പോയി. അത് 2010 ജൂലൈ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയാണ്. ഈ കർത്താവ് 2010 ആദ്യ മാസങ്ങളിൽ ആരാധന തുറന്നു തരുമെന്ന് പറഞ്ഞ ദൈവം, ആമേൻ, എനിക്ക് വേണ്ടി ഓഗസ്റ്റ് ആയപ്പോഴത്തേന് കർത്താവ് വഴി തുറന്നു തന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെയും ഞങ്ങൾ ആ ചർച്ചിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ ആ ചർച്ചിൽ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. ദൈവം ഒരിക്കലും മാറത്തില്ല. അതെന്റെ വിശ്വാസമാണ്. എനിക്ക് ആ ഡൽഹിയിൽ കിട്ടിയ ആ വിശ്വാസം, ദൈവം എന്നോട് പറഞ്ഞത് നിവർത്തിപ്പാൻ ശക്തനെന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, അത് ദൈവം നിവർത്തിക്കുന്ന ദൈവമാ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡൽഹി വെച്ച്, സ്തോത്രം, ആ കർത്താവിന്റെ ദാസൻ പ്രവചനാത്മാവില് ഹല്ലേലൂയ പറഞ്ഞായിരുന്നു, ആനി UK പോകുമെന്ന് പറഞ്ഞു. അന്നേരം പിറ്റേ ദിവസം എനിക്ക് സെലക്ഷൻ കിട്ടിയെന്ന് ആ പാസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞ ആൻസർ എന്താണെന്ന് അറിയാമോ? ആനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഫ്ലൈറ്റ് കാലെടുത്ത് വെക്കുന്ന ദർശനം പാസ്റ്റർ കണ്ടിട്ടാണ് ആനി പോകുമെന്ന് പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് ഹല്ലേലൂയ ആരാധനയ്ക്ക് കടന്നു പോകുവാനും, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ആരാധന, അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു കൂട്ടായ്മ ഇവിടെ ഞങ്ങൾക്കുണ്ട്. സ്തോത്രം, ദൈവത്തിന്റെ കൃപയാല് ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. സ്തോത്രം, ഹല്ലേലൂയ. അവരോടൊപ്പം ഞങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം, അങ്ങനെ ഈ ദേശത്ത് കടന്നു വന്ന ഈ ഹോസ്പിറ്റൽ, ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വെസ്റ്റ്മെഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇവിടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ, സ്തോത്രം, ഒരിക്കലും ഞാൻ കിഡ്സിന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടില്ല. അങ്ങനെ കടന്നു ചെന്നപ്പോ ഈ കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി. ഈ നമ്മള് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സ്തോത്രം. അങ്ങനെ ഞാൻ ഒരു 3 മാസം ഭയങ്കര സ്ട്രെസ്സിലൂടെ ഒക്കെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിഷമമായിട്ട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം കർത്താവ് എന്നെ പറഞ്ഞു, നിന്നെ ഇവിടെ ആക്കിയേക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ചിലപ്പോഴൊക്കെ, സ്തോത്രം, എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ തിയേറ്ററിലാണല്ലോ, ആരും കാണത്തില്ല, ഈ കുഞ്ഞുങ്ങളുടെ മേലെ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവെ അവരെ വിടുവിക്കണമേ, കർത്താവെ അവർക്ക് സൗഖ്യം കൊടുക്കണമേ, ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കും. സ്തോത്രം. ഒരു ദിവസം, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ ആഫ്റ്റർനൂൺ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കുഞ്ഞിന് കേസിന് കയറണം, സർജറിക്ക് കയറണമെന്ന് എന്നോട് എന്റെ ടീം ലീഡർ പറഞ്ഞ്, ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ആ കേസിന് കയറാൻ നിൽക്കുമ്പോൾ, ആമേൻ, ഇങ്ങനെ ഞങ്ങൾക്ക് ടൈം ഔട്ട് ചെയ്യണം. കറക്റ്റ് കുഞ്ഞാണോ, കറക്റ്റ് പ്രൊസീജിയർ ആണോ, കറക്റ്റ് സ്ഥലത്താണോ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന്റെ പേര് പറയാണ്, ജെറോം ടിൽസൺ. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ കുഞ്ഞിനെ കണ്ടില്ല, മുഖമൊന്നും കണ്ടില്ല, മലയാളിയാണോ നോർത്ത് ഇന്ത്യൻ ആണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ആ കുഞ്ഞിന്റെ മേലെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഹല്ലേലൂയ. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെന്നെ വന്ന് വിളിക്കാൻ വേണ്ടി വീട്ടിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ അവിടെ വന്നു. ഞാൻ അന്നേരം ചോദിച്ചു, 9:30 10 o'clock ആവുന്ന രാത്രിയില്. അന്നേരം ഞാൻ ചോദിച്ചു, അന്നേരം എന്നോട് പറഞ്ഞു, ഒരു ദൂരെ നിന്ന് ഒരു കുഞ്ഞ് വന്നിട്ടുണ്ട്, അവർക്ക് ഇവിടെ ആരുമില്ല, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അവരെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് അവിടെ ഹാലിൽ വന്നു. അന്നേരം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ കുഞ്ഞിന്റെ പേരെന്തുവാന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാ, ജെറോം ടിൽസൺ എന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ ആ കുഞ്ഞിന്റെ മുകളിലാണ് കൈവച്ച് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഇവിടെ നിന്ന് സിഡ്നിന്ന് ഒരു 5.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഡെബോ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, ആമേൻ, ആ മക്കള് ഹല്ലേലൂയ, അവരുടെ ആദ്യത്തെ കുഞ്ഞ്, അന്ന് ആ കുഞ്ഞ് വന്നപ്പോ 17 മാസമേ ഉള്ളൂ. അവൻ ലുക്കീമിയ ആയിട്ട്, ബ്ലഡ് ക്യാൻസർ ആയിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. ഹെലികോപ്റ്ററെ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ആമേൻ.
പിറ്റേ ദിവസം ഹാലലുയ ഞാൻ ആ കുഞ്ഞുങ്ങളുടെ അരികെ പോയി അവരെ ആശ്വസിപ്പിച്ചു. സ്തോത്രം. അവർക്ക് വേണ്ടി ഹാലലു എന്നാൽ ആവോളം സ്തോത്രം ചെയ്തു, സുവിശേഷം പറഞ്ഞു. സ്തോത്രം. അവരെ താങ്ങി ഹാലലുയ. അടുത്ത 2 വർഷത്തോളം ഹാലലുയ, ഒരു 1.5-2 വർഷത്തോളം അവരവരുടെ വീടും വിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അക്കോമഡേഷനിലാണ് അവർ താമസിച്ച് അങ്ങനെ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഹാലലുയ. അവരുമായിട്ടൊരു അഭേദ്യമായ ബന്ധം. അടുത്ത 1.5 വർഷം രാവെന്നില്ലാതെ പകലെന്നില്ലാതെ എന്റെ ബ്രേക്ക് എന്ന് നോക്കാതെ സ്തോത്രം. എന്റെ രാവിലത്തെ ബ്രേക്കിന് അവരുടെ പോവും, ഉച്ചക്കത്തെ ബ്രേക്കിന് അവരുടെ പോവും, വൈകിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ടവനൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഹാലലുയ അവരുടെ പോയി അവരെ ആശ്വസിപ്പിച്ച്. സ്തോത്രം. ഏത് സമയം ഞാൻ ചെന്നാലും അവർക്ക് പ്രാർത്ഥിക്കാതെ അവിടുന്ന് വിടത്തില്ല എന്നെ. അങ്ങനെ ഹാലലുയ ആ കുഞ്ഞുങ്ങളെ ദൈവം ഒരു ഹാലലുയ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു കുഞ്ഞുങ്ങൾ പോലെ കർത്താവ് അവരെ ഹാലലുയ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ച്. ആ മോൻ ഇപ്പൊ സ്തോത്രം 11 വയസ്സുണ്ട്. സ്തോത്രം. ഹാലലുയ. ഓഗസ്റ്റ് 21 ആയപ്പോൾ അവന് 11 വയസ്സായി. സ്തോത്രം. ആദ്യമായിട്ട് ഹാലലുയ എന്നെയാണ് അവൻ ആനീനിന്ന് വിളിക്കുന്ന. അവന്റെ ആദ്യത്തെ സംസാരം അവന്റെ പപ്പായും മമ്മിയും പോലും അല്ല അവൻ വിളിച്ചത്. ഞാൻ ഹാലലുയ ഒരു കാര്യം പറയട്ടെ, ചില ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കും സ്തോത്രം, അടുത്ത ദിവസം ഈ കുഞ്ഞി ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ? അത്രമാത്രം സിക്നസിൽ കൂടെ ആ കുഞ്ഞ് കടന്നുപോയി. ഹാലലുയ ഒരു ഭക്ഷണം കഴിക്കത്തില്ല. ഒരു ഇഡലി ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഓരോ സ്തോത്രം പറഞ്ഞ് ആ ഇഡലി തീരുന്നവരെ ഞാൻ അവനെ എന്റെ കയ്യിൽ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഹാലലുയ. നമ്മൾ ചെയ്തെന്നല്ല സ്തോത്രം, ദൈവം നമ്മളെ ചിലരെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മാലാവോളം നമ്മൾ ചെയ്യുവാനിടയായി തീരണം. സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, അവർ ദൈവത്തിന്റെ കൃപയാല് ഇന്നും സന്തോഷത്തോടായിരിക്കുന്നു. സ്തോത്രം. ഹാലലുയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു കാര്യം ഏൽപ്പിച്ചാല് കർത്താവ് ചെയ്തെടുക്കുന്ന ദൈവം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മെ ചിലയിടത്തേക്ക് അയക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. ആ കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, സ്തോത്രം, ആ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവ് ഹാലലുയ ഞങ്ങളുടെ ചർച്ചിലെ അനേകരെ എഴുന്നേൽപ്പിച്ചു. ഞങ്ങളെ കുടുംബമായി ഞങ്ങൾ രാത്രി എന്ന പകലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോകും, അവരോട് കൂടെ ഇരിക്കും. കാരണം എന്നറിയാമോ? സ്തോത്രം. ഹാലലുയ. ഇതിലൂടൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസം പറയാൻ ആരും കാണത്തില്ല. സ്തോത്രം. ഒന്ന് താങ്ങുവാനോ ഒന്ന് പ്രാർത്ഥിപ്പാനോ ആരും കാണത്തില്ല. അവരുടെ റിലേറ്റീവ്സ് ആരും ഇവിടെ ഇല്ല, അവരെ അറിയുന്നവരാരും ഇവിടെ ഇല്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അത്രമാത്രം സ്നേഹബന്ധം ഇന്ന് ഞങ്ങൾക്ക് അവരോടുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ അനേക കുഞ്ഞുങ്ങളെ, സ്തോത്രം, ലുക്മിയായിട്ട് വന്ന അനേക കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കർത്താവിന്റെ ദാസനെ വിളിച്ചുകൊണ്ടുപോയി പ്രാർത്ഥിപ്പാനും ICUലൊക്കെ കടന്നുപോയി കൈവച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് ഹാലലുയ ഇടയാക്കി തീർത്തു. സ്തോത്രം. ഹാലലുയ. അനേക കുഞ്ഞുങ്ങളുണ്ട്, പേര് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ഹാലലുയ. അങ്ങനെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർത്തു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം കർത്താവിന് വേണ്ടി നിന്നാല് ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ആരാധന തുറന്നു തന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്റെ കുഞ്ഞിന്റെ ജീവിതത്തില്, എന്റെ മോന്റെ ജീവിതത്തില് ദൈവം ചെയ്ത വേറൊരു അത്ഭുതത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. സ്തോത്രം. 2010 ഒരു ഏപ്രിൽ മാസം മെയ് മാസം ആയപ്പോഴത്തേന് ഞങ്ങൾ ഹാലലുയ ഇവൻ ഫുഡ് കഴിക്കുമ്പോൾ ഇവന്റെ വലത്തെ സൈഡിൽ ഈ ഹാലലുയ കഴുത്തിന്റെ ഇവിടെ ഒരു സ്വെല്ലിങ് പോലെ വരികയാണ്. അത് ഒരു ഇച്ചിരി കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ സ്വെല്ലിങ് അങ്ങ് മാറിപ്പോവും. അത് വേദനയൊന്നുമില്ല, ഫുഡ് കഴിക്കുമ്പോൾ സ്വെല്ലിങ് വരികയാണ്. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഒരു മുട്ടയുടെ അത്ര വലിയതായിട്ടൊക്കെ വരും. അത് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോവും. സ്തോത്രം. എന്നാല് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഞാൻ ചെയ്യുന്നത് പീഡിയാട്രിക് ഹോസ്പിറ്റലാണല്ലോ. അന്നേരം ഞങ്ങളുടെ ENT ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. അവര് അൾട്രാസൗണ്ട് ചെയ്തു. ഒരു കുഴപ്പവും കുഞ്ഞിനില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് വരുന്നെന്ന് നമുക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. മലയാളി ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു സർജറി ചെയ്ത് നോക്കാം, എന്നാല് അത് എന്തുവാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ സർജറി ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണെന്ന് അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞുപോയി. അന്നേരം കുറെ പേര് എന്നോട് പറഞ്ഞു, ലെമൺ ക്യാൻഡി വാങ്ങിച്ചു കൊടുത്താൽ മതി, നാരങ്ങ മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ ലെമൺ മുട്ടായി ഒക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് ചിലപ്പോൾ ഇത് വരും, ചിലപ്പോൾ ഇതില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കും. അങ്ങനെ ഫാസ്റ്റിംഗ് എടുത്ത് ഹാലലുയ ഡ്യൂട്ടിയിലിരുന്ന് ആത്മാവിലൊക്കെ ആരാധിച്ച് ആമേൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഹാലലുയ ഒരു മാസം മുന്നേ, ഒരു മാസമല്ല, ഒരു 2-3 ദിവസം മുന്നേ ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ഇവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നിന്റെ നാക്കിന്റെ അടിയിൽ എന്തുവാ ഇരിക്കുന്നു? ഒരു വെള്ള സാധനം ഇരിക്കുന്നല്ലോ, എന്തുവാന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാ, മമ്മി അത് ബോണാന്ന് പറഞ്ഞു.
അന്നേരം ഞാൻ പറഞ്ഞു നാക്കിനടി ബോണില്ല, അങ്ങനെ എന്തുവാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പീഡിയാട്രീഷ്യനെ കൊണ്ട് പെട്ടെന്ന് കാണിച്ചു. നമുക്ക് കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ശിക്ഷയാ, ഭയങ്കര കർശനമാണ് ഇവിടെ. അങ്ങനെ ഞാൻ കൊണ്ട് കാണിച്ചപ്പോ എന്നോട് പറഞ്ഞു പെട്ടെന്ന് നീ ENT ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പോയി ENT എന്റെ ഡോക്ടറോട് സംസാരിച്ച് എനിക്കൊരു 2-3 ദിവസം കഴിയുമ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇവനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ പുറത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് നിന്നപ്പം ഇവര് 3 പേരോട് എന്നെ വിളിക്കാൻ വന്നു, ഹസ്ബൻഡും 2 മക്കളോട്. അന്നേരം കേറിയപ്പോ വണ്ടിയിലോട്ട് കേറിയപ്പോൾ ഇവൻ എന്നോട് പറയാണ്, മമ്മി എന്റെ വായിന്ന് ഒരു സാധനം താഴെ വീണു. എന്നോട് പറയാം. എന്നിട്ട് അതൊരു പേള് പോലുള്ള ഒരു സാധനമാണ്, ഈ കൂർത്ത നഖം പോലൊക്കെ ഉള്ള ഒരു സ്റ്റാർ ഫിഷ് പോലൊക്കെ തോന്നും, തറയിലിട്ട സൗണ്ട് കേൾക്കും. അതുപോലത്തെ ഒരു സാധനം ഇവന്റെ നാക്കിന്റെ അടിയിൽ നിന്ന് താഴെ വീഴുവാൻ ഇടയായിത്തീരുന്നു. അത് കുഞ്ഞ് കണ്ടു, അവൻ എടുത്ത് കയ്യിൽ വെച്ച് എന്നെ കൊണ്ട് കാണിച്ചു. എന്നെ സലൈവറി സ്റ്റോൺ ആണ്, അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ നീര് പോലെ ഇവിടെ വരുന്നത്. അങ്ങനെ അത് കുറെ നാളുകളായിട്ടിരുന്ന് ഒരു കേടുപാടും കൂടാതെ കർത്താവ് അതിലൂടെ കൊണ്ടുവന്ന് നാക്കിന്റെ അടി കൊണ്ടുവന്നിട്ട് താഴെ വീഴിച്ചു. സ്തോത്രം. അവൻ ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ല, ഒന്നും നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് പോലും അതിനെടുത്തിട്ടില്ല. ഹാലേലുയ. കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഹാലേലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ഇതൊക്കെ കാണുമ്പോഴ കർത്താവിന് വേണ്ടി നമ്മൾ അധികം പ്രയോജനപ്പെടാൻ ദൈവം നമ്മെ സഹായിക്കും. ഇതൊക്കെയാണ് ചില ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ കർത്താവിന് ചിലത് അതിന്റെ പുറകെ ചെയ്യാനുണ്ട്. സ്തോത്രം. ഹാലേലുയ. ഞാൻ പറഞ്ഞില്ലേ, അനേകരോട് സുവിശേഷം പറയാൻ, അനേകരോട് കർത്താവിനെ എന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയാനൊക്കെ കർത്താവ് സഹായിക്കും. സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചില് അനേക കുഞ്ഞുങ്ങൾക്ക് 3-4 കുടുംബങ്ങൾക്ക് തലമുറകളില്ലായിരുന്നു. സ്തോത്രം. ഹാലേലുയ. അന്നേരം ഞങ്ങളുടെ ദൈവദാസന്റെ പ്രാർത്ഥനയാണ്, എന്റെ ചർച്ചിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും തലമുറകളില്ലാതെ ആമേൻ ഹാലേലൂയ ഇരിക്കരുതെന്ന് പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കർത്താവിന്റെ ദാസൻ നടന്നും ഇരുന്നും ഒക്കെ അങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളിലും തലമുറകൾ ഉണ്ടാകാൻ ഇടയായി തീർന്നു. ഒരാൾക്ക് 8 വർഷം, ഒരാൾക്ക് 11 വർഷം, ഇങ്ങനെ 10, 11, ഇങ്ങനെ 3 കുടുംബങ്ങളില് ഹാലേലുയ തലമുറകൾ ഉണ്ടായി. സ്തോത്രം. അവരെല്ലാം അനുഗ്രഹമായിരിക്കുന്നു. സ്തോത്രം. അന്നേരം എന്റെ വിശ്വാസമാണിത്. അന്നേരം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഗുജറാത്തി ഒരു BJP പയ്യനുണ്ട്. അവന് തലമുറകളില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ അവനോട് സംസാരിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞു, എന്റെ വൈഫിന് ഒരു ഓപ്പറേഷന് വേണ്ടി ഗുജറാത്തിൽ പോയി. അന്നേരം ഞാൻ ചോദിച്ചു എന്തുവാ? അന്നേരം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ അവനോട് സുവിശേഷം പറഞ്ഞു. എന്നിട്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അന്നേരം ഞങ്ങൾക്ക് ചെയിൻ പ്രയർ ഉണ്ട്. അന്നേരം ഈ എല്ലാ കാര്യങ്ങളും ചെയിൻ പ്രയറിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് ഇവനെ കാണിച്ചു, നിന്റെ പേരും നിന്റെ വൈഫിന്റെ പേരും ഇതിനകത്തുണ്ട്, ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവന് വിശ്വാസം വരണമല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെറുതെ പറയുമ്പോൾ അല്ല. അന്നേരം തുറന്നു കാണിച്ചു. അന്നേരം എന്നോട് എന്നും പറയും, നീ പ്രേ ചെയ്യേ, എനിക്ക് കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു, നീ ആദ്യം ചെയ്യ, ഞാൻ നിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ 2 ആഴ്ചത്തെ അവധിയായിരുന്നു. അന്നേരം ഈ ഹോസ്പിറ്റലിൽ എല്ലാവരോടും ഇവൻ എന്നെ കുറിച്ച് ചോദിക്കുക, എന്തി ആനി എന്തി. ഞാൻ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോ ഇവൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാണ്, നീ ഒരു നാനിയാകാൻ പോവാ എന്ന് അവന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. സ്തോത്രം. ഹാലേലുയ. ആമേൻ. ജാതികളുടെ മധ്യത്തിൽ പോലും നമ്മുടെ ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺ പൈതലിനെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹാലേലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പ്രാർത്ഥനയൊന്നും അല്ല, കർത്താവിന് കരുണ തോന്നിയിട്ട് അത്ഭുതങ്ങളെ ചെയ്യുന്നതാ. സ്തോത്രം. ഹാലേലുയ. നീ ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുമെന്നുള്ള ദൈവത്തിന്റെ വചനമാണ്. ആ വചനം നാം ക്ലെയിം ചെയ്ത് അങ്ങ് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഒരു മാംഗ്ലൂരി കുഞ്ഞുണ്ട്. ഹാലേലുയ. ആമേൻ. ഹാലേലുയ. ഞാനത് ഇച്ചിരി കഴിയുമ്പോ പിന്നെ പറയാം. സ്തോത്രം. അവക്ക് ഹാലേലുയ, ഞാൻ അതിനോട് സുവിശേഷം പറഞ്ഞ് അവക്ക് വേണ്ടി ആ കുഞ്ഞ് ദൈവത്തിന്റെ കൃപയാൽ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. സ്തോത്രം. ഹാലേലുയ. അവർക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്നു. സ്തോത്രം. ഹാലേലുയ. ദൈവം അത്ഭുതം ചെയ്യും. ഹാലേലുയ. വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ. സ്തോത്രം.
ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന വിധങ്ങളാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഒരു പ്രാവശ്യം എന്റെ ബ്രദർ ബ്രിസ്ബെയിനിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. അവരുടെ ഒരിക്കൽ ഞങ്ങൾ ഒരു ദിവസം പോവുകയാണ്, കുടുംബമായിട്ട് പോവുക. ട്രെയിനിലാണ് അന്ന് പോയത്. സ്തോത്രം. രാത്രി കഴിയുമ്പോഴത്തേന് രാവിലെ എത്തുമ്പോൾ അവിടെ ചെല്ലും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ രാത്രി മുഴുവനും ഞാൻ ഒരു പാട്ട് പാടി. സ്തോത്രം. ഞാൻ അങ്ങ് കരയുകയാണ്. എന്തിനാ കരയുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഹാലേലൂയ. ആരാധിക്കാം ആരാധിക്കാം പരിശുദ്ധനെ, ആരാധിക്കാം ആരാധിക്കാം കർത്തനെ. ഈ പാട്ട് ഹാലേലൂയ. സിംഹക്കുഴിയിൽ ഏകനായി തള്ളപ്പെട്ടാലും അങ്ങേ ഞാൻ ആരാധിക്കും. ഈ പാട്ട് പാടിയാണ് ഞാൻ അങ്ങ് കരയുന്നത്. അല്ലെ, കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, മമ്മി എന്തിനാ കരയുന്നേ? എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാ ഞാൻ കരയുന്നത്. അങ്ങനെ അവിടെ ചെന്നു. സ്തോത്രം. ഹാലേലൂയ. പ്രിയ ആങ്ങളയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഞങ്ങൾ ഹാലേലൂയ വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് പോകണം. അന്നേരം ഞങ്ങൾ കാറും കൊണ്ട് പോയില്ല, വേറെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കാർ എടുക്കാൻ പോവാ. അന്ന് പ്രഭാതത്തിൽ തന്നെ. അന്നേരം അവിടെ ചെന്നപ്പോ അവര് കാത്തലിക്സ് ആണ്. സ്തോത്രം. ഹാലേലൂയ. ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു കുഞ്ഞിന് ഭയങ്കര പനിയാ. അവര് പനി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പനിയൊന്നുമല്ല. അവര് കുറെ ദിവസമായിട്ട് കുറെ പെനിസിലിൻ ആന്റിബയോട്ടിക് പോലും കൊടുത്തിട്ട് ഈ പനി മാറാതെ ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവരോട് ചെന്ന് ബ്ലഡ് ക്യാൻസറിന്റെ ലുക്കീമിയയുടെ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സമയമാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാലേലൂയ ഞങ്ങൾ ചെന്നു. ആണുങ്ങളെല്ലാം അവര് വേറെ ഒരു മുറിയിലിരുന്നു. ഞാനും എന്റെ നാത്തൂൻ ചേച്ചിയും ഈ കുഞ്ഞിന്റെ അമ്മ, ഈ പനിയാന്ന് പറഞ്ഞ കുഞ്ഞിന്റെ മോന്റെ അമ്മ, അവരെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്നേരം ഞാൻ എവിടെ പോയാലും എന്റെ ബാഗിൽ ഒന്നുകിൽ ട്രാക്ട് കാണും, അല്ലെങ്കിൽ ചെറിയ ബുക്ക്ലെറ്റ് കാണും, അല്ലെങ്കിൽ ബൈബിൾ കാണും. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും. അന്നേരം അന്ന് ചെന്നപ്പോ എന്റെ കയ്യിൽ ഒരു ചെറിയ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. ദൈവം വിശ്വസ്തൻ എന്നോ ദൈവം വാക്ക് പറഞ്ഞ സംതിങ് ഒരു പുസ്തകം, ഒരു മഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് ആ കുഞ്ഞിന് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് 100% എന്ന് മനുഷ്യർ പറയും, പക്ഷേ നീ 105% വിശ്വസിച്ചാൽ ദൈവം വിടുവിക്കും. ഇങ്ങനെ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞിട്ട് ഒരു സോഫായിൽ ഞങ്ങൾ 3 പേരുടന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ നാത്തും ചേച്ചി ഞാനും ആ മോളും ആ കുഞ്ഞിനെ എടുത്തു. അന്നേരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തോട്ടെ. അന്നേരം ഞാൻ എടുത്തോണ്ട് പ്രാർത്ഥിക്കാമെന്നുള്ള വിചാരത്തില് ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് തോളയിലോട്ടിട. ഫർണൈസിലെ ചൂടാണ്. 42 ഡിഗ്രി ചൂടെന്ന് പറഞ്ഞാൽ എന്റെ ദേഹം പൊള്ളിപ്പോകുന്ന ചൂട്, അത്രയ്ക്ക് ചൂടാ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആ കുഞ്ഞിന്റെ ദേഹത്തുനിന്ന് ചൂട് മാറിപ്പോയി. എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരക്ഷരവും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അവരല്ലേ പറയണ്ടേ, പനി മാറിയെന്ന് പറയേണ്ടത് അവരാ, നമ്മളല്ലല്ലോ പറയണ്ടേ. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ അമ്മയുടെ കയ്യിൽ അങ്ങ് കൊടുത്തപ്പോഴത്തേനെ അവൾ എടുത്തപ്പോ തന്നെ എന്നോട് പറയാ, ചേച്ചി പനി മാറിയെന്നാ തോന്നുന്നേ. അങ്ങനെ പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാല് പാസ്റ്ററെ ഈ നിമിഷം വരെ ആ കുഞ്ഞിന് അസുഖം വന്നിട്ടേ ഇല്ല. ഞാൻ അനേകം നാളുകൾ കഴിഞ്ഞപ്പോ അവരോട് ചോദിച്ചു കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ നമ്മളായിട്ട് ബന്ധമൊന്നുമില്ല, ഒത്തിരി ദൂരെയല്ലേ അവര്. അങ്ങനെ ആ കുഞ്ഞിനെ അന്ന് ആ പനി വിട്ടുമാറി, അത് മാറിപ്പോയി. സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്യുവാനായിട്ട് അന്ന് ഇടയായി തീർന്നു. അനേക സാക്ഷ്യങ്ങളുണ്ട് കർത്താവ് നടത്തിയ വഴികളും നടത്തിയ വിധങ്ങളും ഒക്കെ. ഹാലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴ സ്തോത്രം ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നത് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നേ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഇവിടെ 2011 ഞങ്ങൾക്ക് ഒരു വീട് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. വീട് ദൈവം തന്നു. ആ വീട്ടിൽ ഞങ്ങൾ കയറി താമസിച്ചു. ഹാലേലൂയ. ഒരു ദർശനം കാണിച്ചൊക്കെയാ ഞങ്ങൾ ആ വീട് എനിക്ക് ദൈവം തന്നെ, പടം സഹിതം പെയിന്റ് സഹിതം ഒക്കെ കാണിച്ച് കർത്താവ് എനിക്ക് വീട് തന്നതാ. അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസനും ദാസി ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, ഈ വീട് പൊളിച്ചിട്ട് വേറെ ഒരു വീട് വെക്കണം. അതൊരു പഴയ വീടായിരുന്നു. പൊളിച്ചിട്ട് പുതിയ വീട് വെക്കണം. അന്നേരം ഞാൻ പറഞ്ഞു, ദൈവം എന്നെ കാണിച്ചു തന്ന വീടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വീടാണ്, ഞാൻ ഈ വീട് പൊളിച്ചൊന്നും കളയത്തില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുക. അന്നേരം ഞങ്ങള് ആ വീടിന്റെ പുറയിൽ ഒരു ഹോളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു, പ്രാർത്ഥന നടത്താൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ 2011 വീട് കിട്ടി. 2014 ഞാന് ഇവിടുന്ന് 5 ആഴ്ച അവധി എടുത്തിട്ട് ഞാൻ നാട്ടിൽ വരുന്ന ദിവസമാണ് അന്ന് വരുന്നതെന്ന് പറഞ്ഞാല് UP സുവിശേഷം പറയാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടുന്ന് സഭയില് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നാട്ടിലെ ആങ്ങളെയും നാത്തൂനും ഞാനുമായിട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലെല്ലാം ആയിരുന്നു. ഇവിടുന്ന് നാട്ടിലെത്തി. തിങ്കളാഴ്ച ഞാൻ നാട്ടിലെത്തി. വെളുപ്പിനെ എന്റെ ബ്രദർ വന്ന് എന്നെ പിക്ക് ചെയ്തു. ഞാൻ പത്തനാപുരത്തെ അമ്മയെ ചച്ചനെ പോയി കണ്ടു. അത് കഴിഞ്ഞ് റാന്നിയിൽ പപ്പാടരയ്ക്ക് പോയി. പപ്പ മാത്രമേ ഉള്ളൂ. അങ്ങനെ പപ്പാടരയ്ക്ക് പോയി ചോറും കഴിച്ചു. അങ്ങനെ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങിയപ്പം ഞങ്ങളുടെ പപ്പായ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോളുണ്ട് അവിടെ.
അന്നേരം ആ കൊച്ചും അവിടെ ഉണ്ടെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, നീ എനിക്ക് കൂട്ടുകിടക്കുന്ന, നീ പോകണ്ടെന്ന് പറഞ്ഞ് അന്നേരം അവളും അവിടെ കിടക്കുക. രാത്രിയായപ്പോ ഒരു വെളുപ്പാങ്കാലം ഒക്കെ ആയി. അന്നേരം ഞാൻ ഒരു ദർശനം കാണുക. ദർശനം കാണുന്ന ഇങ്ങനെയാണ്, ഒരു റോഡാ ഞാൻ കാണുന്നത്. ഒരു റോഡ് കണ്ടിട്ട് ഒരു സാധനം ഇങ്ങനെ വന്ന് റൈറ്റ് സൈഡിലോട്ട് വന്നിട്ട് കത്തിച്ചാമ്പലാകുന്നത് കാണുക. ഒന്ന് ഞാൻ കണ്ടു. രണ്ടാമതും സെയിം കാര്യം വന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് വന്ന് കത്തിച്ചാമ്പലാകുന്ന ഞാൻ കാണുക. അത് കഴിഞ്ഞപ്പം മൂന്നാമതായിട്ട് ഞാൻ തന്നെ ആ റോഡേ കൂടെ വന്നിട്ട് ഈ വരുമ്പോഴേ എന്നെ എന്തോ ഒരു ശക്തി, ഈ റോഡിലെ ടാർ, ഉരുകിയ ടാർ ഉണ്ടല്ലോ, അതിൽ എന്റെ കാലിൽ ഉപ്പൂറ്റി കുത്തി എന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു ശക്തി എനിക്ക് ഫീൽ ചെയ്യുക. അന്നേരം ഞാൻ അതിൽ നിന്ന് സർവ്വ ബലവും എടുത്ത് ഞാൻ ഒറ്റ ചാട്ടം ചാടി ഞാൻ റോഡിന്റെ അപ്പുറത്ത് കടന്നു. അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴത്തേന് എന്റെ കണ്ണ് തുറന്ന്, ഞാൻ കണ്ണ് തുറന്നിട്ട്, കർത്താവേ ദൈവമേ, ഇത് എന്തുവാ ഞാൻ കാണുന്നത്, എന്തുവാ ഞാൻ കാണുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഓൾറെഡി എവേക്കായി. അന്നേരം ഈ കൊച്ച് എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോയി. അന്നേരം ഞാൻ അതിനോട് ചോദിച്ചു, സമയം എത്ര എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, വെളുപ്പിനെ 3 മണി എന്ന് പറഞ്ഞു. 3 മണി എന്ന് പറഞ്ഞു. അന്നേരം സമയം അറിയാം. അന്നേരം എന്റെ മനസ്സ് മുഴുവനും ഒരു ചിന്ത, ഇതെന്തുവാ ഞാൻ കാണും. ആ ചിന്തിക്കുന്നത് പോട്ടെ, ആ 1 മിനിറ്റിനകം ഞങ്ങളുടെ വീട്ടിലെ ബെല്ല് റിങ് ചെയ്തു. പപ്പാടെ മുറിയിലാണ് ബെല്ലിരിക്കണേ. ബെല്ല് റിങ് ചെയ്തിട്ട് പപ്പ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ആ ഫോണെന്ന് പറഞ്ഞു. ഞാൻ പോയി എടുക്കുകയും ഇവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവനാ വിളിച്ചത് എന്ന് പറയുന്നത്, നമ്മുടെ വീട് കത്തിപ്പോയി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് തീ കത്തിപ്പോയി. കാരണം രാവിലെ എന്റെ പ്രിയപ്പെട്ടവൻ രാവിലെ 5:30 ആകുമ്പോൾ ജോലിക്ക് പോകും. 6 മണിക്ക് 6:30 ആകുമ്പോൾ ജോലി തുടങ്ങും. അങ്ങനെ വെളുപ്പിനെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോ മോൾ അന്ന് 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. മോൾ യൂണിഫോം തേക്കാൻ വേണ്ടി അയൺ ബോക്സ് എടുത്തിട്ട് കുത്തിയതും അതിന് സ്പാർക്കായിട്ട് കുഞ്ഞിന്റെ എല്ലായിടത്തും വീണ് ആ വീട് പെട്ടെന്ന് അത് കത്താനിടയായി തീർന്നു. അന്നേരം എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ജ്ഞാനം കൊടുത്തു എന്ന് ഞാൻ പറയും. കർത്താവ് പെട്ടെന്ന് അവർ കീ എടുത്തു. അവര് രണ്ടുപേർ, മോനെന്ന് കുഞ്ഞാ, അവന് എഴുന്നേൽക്കത്ത് പോലും ഇല്ല ആ സമയമൊന്നും. അന്നേരം രണ്ടുപേരൂടെ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് പോലീസിനെ, ആംബുലൻസ് വിളിച്ചു. എല്ലാരും വന്നു, തീയൊക്കെ കെടുത്തി. എന്റെ കർത്താവിന്റെ കൃപയാല്, ദൈവത്തിന്റെ കരുണയാൽ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇന്നും ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ആർദ്ര കരുണയാല്, കർത്താവിന്റെ വലിയ കൃപയാല്, സ്തോത്രം. ആമേൻ. നമ്മൾ ഹല്ലേലൂയ ആമോസ് പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. കർത്താവ് എന്നെ ദർശനത്തിൽ അത് കാണിച്ചു തന്നു. അതുകൊണ്ടുണ്ടല്ലോ, അച്ചാച്ചൻ വിളിച്ചപ്പോഴാട്ട് അത് കഴിഞ്ഞാട്ട് എനിക്ക് യാതൊരു പ്രയാസവും എന്റെ മനസ്സിൽ തോന്നിയില്ല. ഹല്ലേലൂയ. എനിക്കറിയാം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് സകലത്തിന്റെ മേലെ. ഹല്ലേലൂയ. അങ്ങനെ ആ വീട്ടിൽ പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. അത് മുഴുവനും ഹല്ലേലൂയ പുറത്തുനിന്ന് നിന്ന് ആരും പറയത്തില്ല കത്തിപ്പോയെന്ന് പറയത്തില്ല. പക്ഷെ അകം മുഴുവൻ കത്തിപ്പോകാൻ ഇടയായി തീർന്നു. ഞങ്ങൾ 3 വർഷത്തോളം പുറത്ത് താമസിക്കാൻ ഇടയായി തീർന്നു. എന്നാന്ന് വെച്ചാൽ ഹല്ലേലൂയ ഇൻഷുറൻസുകാർ പറഞ്ഞു, ആമേൻ, നിങ്ങൾക്ക് പെയിന്റ് ചെയ്ത് തരാമെന്ന് പറയാം. ഞാൻ അന്നേരം പറഞ്ഞു, ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ എനിക്ക് ഇലക്ട്രിസിറ്റി ഫോൾട്ട് വന്ന ഒരിടത്തില് കിടക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിൽഡർ വന്നിട്ട് പറഞ്ഞു പണിത് തരാമെന്ന് പറഞ്ഞു. അവര് ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. രണ്ടാമത്തെ ഒരു ബിൽഡർ വന്നു. അവൻ പറഞ്ഞു, ഹല്ലേലൂയ എന്നെ കൊണ്ട് പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു ബിൽഡർ വന്നു. ആമേൻ. അവൻ പറഞ്ഞു, ഹല്ലേലൂയ ഒരു 16 ആഴ്ച 14 മാസം പറഞ്ഞു, അതുകൊണ്ട് പണിത് തരാമെന്ന് പറഞ്ഞു. അവൻ 17 മാസം എടുത്തു. ഹല്ലേലൂയ. ആ സമയം മുഴുവൻ ഞങ്ങൾ പുറത്ത് താമസിക്കേണ്ടി വന്നു. ഞാൻ ഹല്ലേലൂയ പറയട്ടെ, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം സാധിപ്പിച്ചെടുക്കും. പക്ഷെ നമ്മൾ ചില പ്രതികൂലങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വരും. നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തരും. ഹല്ലേലൂയ. ഇൻഷുറൻസ് ഒന്നും ഒത്തിരി ചെയ്തില്ല. എന്നാല് ഞങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാല് ലോൺ എടുത്തിട്ട് ഹല്ലേലൂയ ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം ദൈവം ഞങ്ങൾക്ക് വേണ്ടി പണിത് തന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്ത് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു കർത്താവായിരിക്കും അത് കത്തിച്ച് കളഞ്ഞ. കാരണം ആ ദൈവദാസി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇത് പൊളിച്ചിട്ട് വേറെ ഒരെണ്ണം പണിയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് സമ്മതിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ തക്ക സമയമായപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം തരണമായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലിരുന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സാക്ഷ്യം പറയുന്നത്. സ്തോത്രം. കർത്താവിന്
കർത്താവിന്റെ കരുണയാണ്. ഹാലലൂയ. കുഞ്ഞുങ്ങളെ ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. തന്റെ മക്കളെ തന്റെ ചിറകിന്റെ മറവിൽ അവിടുന്ന് മറയ്ക്കുന്ന ദൈവമാണ്. ഹാലലൂയ. അങ്ങനെ ഞാൻ കടന്നു പോയതുപോലെ പിറ്റേ ദിവസം ആമേൻ ഞാൻ തിരിച്ചു കയറി വരുവാനായിട്ട് ഇടയായി തീർന്നു. UP സുവിശേഷം പറയാൻ പോകാൻ പറ്റിയില്ല. ഹാലലൂയ. പക്ഷേ കർത്താവ് അതിലുമുപരിയായി അനേക രാജ്യങ്ങളിൽ എന്നെ അയച്ചു. സ്തോത്രം. ഞാൻ പറയാം സ്തോത്രം. ഹാലലുയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാലലുയ 2021 കോവിഡ് വന്ന സമയത്ത് സ്തോത്രം. ഹാലലുയ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. 4ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാലലുയ ഞാൻ ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഹാലലുയ അവിടെ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. 4ാം ക്ലാസ്സില് എനിക്ക് ഇപ്പോഴും ആ ഭവനം അറിയാം. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഞാൻ അവിടെ കടന്നു പോയപ്പോ അവിടുത്തെ അപ്പായെ ഞാൻ കാണുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞു ഹാലലുയ അതെന്റെ കുഞ്ഞിലത്തെ ആഗ്രഹമായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ ആമേൻ അങ്ങനെ കിടക്കുമ്പോൾ ഈ കോവിഡ് സമയം വന്നപ്പോൾ ഹാലലുയ ഞങ്ങളുടെ നേഴ്സിങ്ങിന് ഞങ്ങൾ പഠിച്ച കുറെ കുഞ്ഞുങ്ങള് ഒരുമിച്ച് ഹാലലുയ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുവാനായിട്ട് ഹാലലുയ ഇടയായി തീർന്നു. അന്നേരം വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോ എന്നോട് ചോദിച്ചു, എന്നെയും കൂടെ അതിൽ ചേർക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉള്ള ആളല്ല. പക്ഷേ അന്ന് ഞാൻ നോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു, നീ യേശു പറയാൻ പറഞ്ഞു. സ്തോത്രം. ഹാലലുയ. അങ്ങനെ ഞാൻ യേശു പറഞ്ഞ് എന്നെ അവർ ആ ഗ്രൂപ്പിൽ കയറ്റി. അങ്ങനെ ഹാലലുയ ഞങ്ങളുടെ ഗ്രൂപ്പിലെ സ്തോത്രം ഞങ്ങളുടെ നേഴ്സിംഗ് സ്റ്റുഡന്റിലെ 3-4 കുഞ്ഞുങ്ങൾ മരിച്ചു പോകാൻ ഇടയായി തീർന്നു. അതൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ ഇടയായി തീർന്നത്. അങ്ങനെ ആ ഗ്രൂപ്പ് തുടങ്ങിയ മോള് ഹാലലുയ കോവിഡിനാൽ മരിച്ചു പോകാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹാലലുയ എന്നെയും നിന്നെയും ജീവനോടെ നിർത്തിയേക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. അനേകരോട് ഈ കർത്താവിന്റെ സുവിശേഷം പറയാൻ ഇടയായി തീരണം. നമ്മെ രക്ഷിച്ച ദൈവത്തെക്കുറിച്ച് നാം മറ്റുള്ളവരോട് ഹാലലുയ പറയുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെ ഹാലലുയ 2021 സ്തോത്രം. ഹാലലുയ ഞാൻ ഒരു ദിവസം സ്തോത്രം എന്റെ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു മോള് ഹാലലുയ ഈ ഗ്രൂപ്പിലെ ഒരു മോൾ, അവള് കാത്തലിക്കാണ്. അവള് പറയാണ്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഹാലലുയ ആമേൻ ഹാലലുയ കൺഫെഷൻ ഹാലലുയ എടുത്തിട്ടില്ല. ഹാലലുയ കുർബാന ഏറ്റെടുക്കാൻ പോവാണ്, കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം ഹാലലുയ എന്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു ഇത് വന്നു. കർത്താവേ ഹാലലുയ എന്റെ കൂടെയുള്ളവര് ഹാലലുയ കുമ്പസാരിച്ച് കുർബാന കൊള്ളാൻ പോകുന്നെന്ന് പറയുന്നു. സത്യം എന്തെന്ന് അവർക്ക് അറിയുന്നില്ല. ഇവരോട് എങ്ങനെയും പറയണമല്ലോ എന്നുള്ള ഒരു ഇത് തോന്നിയിട്ട് ഹാലലുയ ഞാൻ ഒരു വോയിസ് ഇടാൻ ഇടയായി തീർന്നു. കാരണം ഞാൻ പറഞ്ഞു, യേശു കർത്താവിനോടല്ലാതെ നമ്മൾ നമ്മുടെ മുഴുവൻ പാപവും പറയുമോ? ഹാലോ നമ്മൾ ഒരു വലിയ തെറ്റ് ചെയ്താൽ നമ്മൾ അച്ഛനോട് പറയുമോ? ഇങ്ങനൊക്കെ ഒരു ചിന്ത വന്നിട്ട് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് അവർക്ക് ഇടുവാനായിട്ട് ഇടയായി തീർന്നു. ചിലർ എനിക്ക് അഗെയിൻസ്റ്റ് ആയി. പക്ഷേ ഹാലലുയ ആ ഒരു 2-3 ദിവസം സ്തോത്രം ഹാലലുയ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയും ചിലരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ട് സ്തോത്രം ഹാലലുയ ഞാൻ അവര് പറഞ്ഞ മറുപടിക്ക് ഒരു മറുപടിയൊക്കെ കൊടുത്തു. സ്തോത്രം. അതെന്റെ ജീവിതത്തിന്റെ വലിയൊരു തുടക്കമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ ഓരോ വാക്യങ്ങൾ അന്ന് തുടങ്ങി ഈ ഗ്രൂപ്പിൽ ഇടാൻ തുടങ്ങി. സ്തോത്രം. ഹാലലുയ അത് കഴിഞ്ഞപ്പോ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഒരു കർത്താവിന്റെ ദാസി എന്നോട് പറഞ്ഞു, ഈ ഇടുന്ന ഒരു വാക്യത്തിന് 1 മിനിറ്റ് ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞു. സ്തോത്രം. ഹാലലുയ അങ്ങനെ ഹാലലുയ ആ 1 മിനിറ്റ് നല്ല ഹാലലുയ പിന്നെ ഞാൻ തുടങ്ങി ഹാലലുയ ആ 2021 മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം ഞാൻ തുടങ്ങിയതാണ്. സ്തോത്രം. ഹാലലുയ വചനം പറയാൻ വേണ്ടി ഇന്നയോളം ഇന്ന് വരെയും സ്തോത്രം അത് മുടങ്ങാതെ ചെയ്യാന് ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹാലലുയ അത് ആ ഒരു ഗ്രൂപ്പിൽ തുടങ്ങിയെങ്കിൽ ഹാലലുയ അനേക രാജ്യങ്ങളിലേക്ക് ഇപ്പൊ അത് പോകുന്നുണ്ട്, അനേക ദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്തോത്രം. കർത്താവിന്റെ കൃപയാല് ഞാൻ പറഞ്ഞു, എനിക്ക് സുവിശേഷം പറയണമെന്ന് ദൈവം ഹാലലുയ കർത്താവിനോട് എന്റെ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പറഞ്ഞെങ്കിൽ കർത്താവ് അതിന് മുഖാന്തരങ്ങളെ വഴികളെ ഒക്കെ ദൈവം തുറന്ന് തരുന്ന ദൈവത്തിന് നന്ദി പറയാ. സ്തോത്രം. അനേകരോട് സുവിശേഷം പറയുവാനും വചനം പറയുവാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഹാലലുയ ഈ വർഷം സ്തോത്രം. ഹാലലുയ ആമേൻ. സ്തോത്രം. ഹാലലു ചിലര് കൂടി ഞങ്ങൾക്ക് ജോർദാനിലേക്ക് ഒന്ന് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ജോർദാനിൽ കടന്നുപോയി അതിന്റെ പല സ്റ്റേറ്റുകളിൽ ഹാലലുയ കടന്നുപോയി നടന്ന് രാവിലെ പോകും, വൈകുന്നേരമാകുമ്പോ അവർ പറയുന്ന സമയം തിരിച്ചു വരും. ഞങ്ങൾ അനേക വീടുകളിൽ കടന്നുപോയി അനേക ഹാലലുയ സ്ട്രീറ്റുകളിൽ നിൽക്കുന്നവരോട് സുവിശേഷം പറയാൻ, എല്ലാം മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത്, എല്ലാവരോടും സുവിശേഷം, ഒത്തിരി പേരോട് മുസ്ലിങ്ങളോട് സുവിശേഷം പറയാനും അവരുടെ വീട്ടിൽ കടന്നുപോയി അവരുടെ കൂടെ
ഭക്ഷണം കഴിപ്പാനും അവരുടെ വീട്ടിൽ കിടന്നുറങ്ങി അവർക്ക് വേണ്ടി രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. സ്തോത്രം. അത് ഹാലലുയ ജോർദനിൽ പോയത് ജാനുവരി മാസമാണ്. ഹാലലുയ ആമേൻ. അത് കഴിഞ്ഞിട്ട് സ്തോത്രം ഈ 2 മാസങ്ങൾക്ക് മുന്നേ സ്തോത്രം ദൈവം തുറക്കുന്ന വഴികളെയാണ് ഞാൻ പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി നീ നിൽക്കാമോ, ദൈവം വഴികളെ തുറന്നു തരും. ആമേൻ. ജൂൺ മാസം ഞാൻ നാട്ടിൽ കടന്നുപോയി. സ്തോത്രം. ഹാലലുയ നാട്ടിൽ കടന്നുപോയി. സ്തോത്രം. എന്റെ വീട്ടിൽ കടന്നുപോയി. ഞാൻ ബ്രദറിന്റെ സിസ്റ്ററിന്റെ അവരുടെ കൂടെ ആമേൻ ഹാലലു പരസ്യയോഗത്തിന് കടന്നുപോയി. റോഡിൽ നിന്ന് പ്രസംഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ കടന്നുപോയി, പഞ്ചാബിൽ കടന്നുപോയി. ഹാലലുയ പഞ്ചാബില് ഹാലലുയ ഒരു ഗുരുദാസ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്തോത്രം ആമേൻ സ്ലം ഏരിയയിൽ ഹാലയ 150 പേരോളം കൂടുന്ന ഒരു ഹാലലുയ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിൽ കടന്നു പോവാനും സ്തോത്രം ഹാലലു സ്ലം ഏരിയയിൽ കടന്നു പോവാനും അവരോടൊപ്പം ഹാലലുയ കർത്താവിനെ ആരാധിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിപ്പാനും അവരെ സ്നേഹിപ്പാനും ഒക്കെ കർത്താവ് ഹാലലുയ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിൽപ്പാൻ കർത്താവ് അടിയന് ഹാലലു അവസരം ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് ഇവിടെ കടന്നു വന്നിട്ട് ഹാലലുയ മെഡിക്കൽ മിഷനായിട്ട് സ്തോത്രം സെൻട്രൽ ഏഷ്യൻ കൺട്രികളായ സ്തോത്രം അസർബൈജാനിലും ഉസ്ബെക്കിസ്ഥാനിലും കടന്നുപോയിട്ട് രാജ്യങ്ങളിൽ ഹാലലുയ കർത്താവിന്റെ സുവിശേഷം അനേകരോട് പറയാൻ, അവർക്ക് വേണ്ടി കർത്താവിനെ ഹാലലുയ ആമേൻ ഉയർത്തുവാന് സ്തോത്രം, അവരെ സ്നേഹിക്കുവാന്, അവരോടൊന്ന് സംസാരിക്കുവാന് സ്തോത്രം ഹാലലുയ ഇപ്പോഴും ഹാലലു ജോർദനിൽ നിന്നും അസർബൈജാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഉള്ളവരോടൊക്കെ എനിക്ക് കണക്ഷൻ ഉണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ ഹാലലുയ നിന്നെ ഒരു ദേശത്തേക്ക് ദൈവം അയച്ചാല്, നിന്നെ ഒരു ദേശത്തേക്ക് നിന്നെ ഹാലലു കർത്താവ് അയക്കുമ്പോൾ നീ പോകണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ദൈവം അയക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. സ്തോത്രം. ആ ഉദ്ദേശം ഹാലലുയ ദൈവം നമ്മിലൂടെ സ്തോത്രം ഹാലലുയ സാധിപ്പിച്ചു തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സ്തോത്രം ഹാലലുയ എന്റെ ഹാലലു സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹാലലുയ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് കിട്ടിയെന്ന്. ഞങ്ങളുടെ വീട് പണിയുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ അങ്ങനെ ആ വീട്ടിൽ കയറി താമസിച്ച സ്തോത്രം ഹാലലുയ 2 മാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഹാലില് ഞാൻ വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ ഹാലിന്റെ എന്റെ പിതാവിന് വയ്യാതായിട്ട് ഞാൻ നാട്ടിൽ പോകാൻ ഇടയായി തീർന്നു. ആ നാട്ടിൽ പോയിരുന്നപ്പോൾ ഞങ്ങളുടെ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ വന്നു. ഇങ്ങനെ ഹാലലുയ എന്തോ ഇവിടെ ഈ ഭൂമിയിൽ പണി നടന്നുകൊണ്ടിരുന്ന ഭൂമിയിൽ ആരോ വീണു എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വന്നു. സ്തോത്രം. അത് നമ്മളുമായിട്ട് കാര്യമില്ല, ബിൽഡറാണ് അതിന്റെ കാര്യം. ആ ബിൽഡറിനോട് നമ്മൾ സംസാരിച്ചായിരുന്നു. സ്തോത്രം ഹാലലുയ. ആ ബിൽഡർ അത് ചെയ്തു തീർത്തു എന്ന് നമ്മളോട്, അവരോട് ഓൾറെഡി അത് പറഞ്ഞു ഒതുക്കി എന്ന് പറഞ്ഞായിരുന്നു നമ്മളോട്. പക്ഷേ ഹാലലുയ ഞങ്ങൾ ഇവിടെ കയറി താമസിച്ചു കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം രാത്രി ഒരു 8:30 ആയപ്പോൾ ഞങ്ങളുടെ ഡോറിൽ ഒരു മനുഷ്യൻ നോക്ക് ചെയ്തു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഫെഡറൽ കോർട്ടിൽ നിന്ന് ഹാലലുയ നമുക്ക് കേസ് ഫയൽ ചെയ്ത് വന്നേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെയും പേരില് ഹാലലുയ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് ഹാലലുയ കേസ് ഫയൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ഹാലലുയ. ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികള് ഞങ്ങൾ ഹാലലു അടുത്ത 1.5 വർഷം സ്തോത്രം ഹാലലുയ കോടതി കയറി നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലു. പ്രിയ ദൈവത്തിന്റെ ജനമേ ഹാലലുയ നിനക്കെതിരായിട്ട് ഹാലലുയ ആമേൻ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധങ്ങളും ഫലിക്കയില്ല. സ്തോത്രം ഹാലലുയ. അങ്ങനെ സ്തോത്രം ഞങ്ങൾ ഒരു ഹാലലുയ ഓരോരുത്തരെ പോയി കാണും. എല്ലാവരും കൈവിടും. ഇവിടെ $60,000 $40,000 ഒക്കെയാണ് ഒരു വക്കീലിനെ കാണണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്. സ്തോത്രം. അങ്ങനെ നമുക്കൊന്നും ഇല്ലാതിരിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെ കൊടുക്കാനാണ്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുഴങ്കാലുകളെ മടക്കി ഓരോ ദിവസവും ഫാസ്റ്റിംഗ് ഉപവാസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാനും എന്റെ പ്രിയപ്പെട്ടവനും അവധിയെടുക്കും. ഇവര് പറയുന്ന അവധിക്ക് കോർട്ടിൽ പോയി നിൽക്കും. അവിടെ ചെന്ന് ഞാൻ എന്റെ കാര്യം പറയും. നമ്മുടെ കൂടെ വരാൻ ആരുമില്ല, ഞങ്ങൾക്കൊരു ലോയറും ഇല്ല. ഹാലു. അങ്ങനെ പറയുമ്പോൾ സ്തോത്രം ഹാല് ഞാന് കോർട്ടിൽ പോകുമ്പോൾ ട്രെയിനെ കയറിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്ന സങ്കീർത്തനം ഇതാണ്, 27-ാം സങ്കീർത്തനം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹാലലുയ. എന്റെ വൈരികളും ശത്രുക്കളും എന്റെ നേരെ വന്നാലും ഹാലലുയ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീട്ടി 1.5 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ഫൈനൽ പറയേണ്ട ദിവസം വരുമ്പോൾ ഹാലലുയ നമുക്കൊരു ജഡ്ജി ആവശ്യമാണ്. സ്തോത്രം. നമുക്ക് വേണ്ടി പറയണമെങ്കിൽ ഒരു ജഡ്ജി വേണം. ഹാലലുയ. ആ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞത് ആമേൻ പറഞ്ഞത് വെളുപ്പിനെ 5 മണിക്ക് അവിടെ വന്നിട്ട് അവിടെ കണ്ട് കുഴി വീണു, അവരുടെ കാലൊടിഞ്ഞു, കോമ്പൻസേഷൻ കിട്ടണം. ഇവര് കള്ളത്തരം പറയുന്നതാണ്, ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടി.
അങ്ങനെ അവർക്ക് വക്കീലുണ്ട്. പക്ഷെ നമുക്ക് ജഡ്ജി വേണം. ജഡ്ജി ഹാലലുയ ആര് വരാനാണ്? നമ്മൾ എത്രയോ പൈസ കൊടുത്താലേ ഒരു ജഡ്ജി വരുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടി ഹാലലുയ ദൈവം ഇവിടെ ഒരു വ്യക്തിയെ ഒരുക്കി. ഇവിടെയുള്ള ഒരു ഹാലലുയ ഒരു മലയാളി മനുഷ്യൻ, സ്തോത്രം ഹാലയ, ഇവിടുത്തെ കൗൺസിലറാണ് അയാള് ത്രൂ ഞങ്ങൾക്ക് ഹാലലു ഒരു ജഡ്ജിയെ പരിചയപ്പെടുവാനും, സ്തോത്രം ഹാലലുയ ആ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പൈസ പോലും മുടക്കാതെ, ഒരു പൈസ പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ ആ ദിവസം വാദിച്ചു. സ്തോത്രം. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവര് ഹാലലി ചോദിച്ചത് 120,000 ആണ് അവര് കോമ്പൻസേഷൻ ചോദിച്ചത്, ഡോളർ, ഇവിടുത്തെ മണി. ഹാലലുയ. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് 20,000 കൊണ്ടുവന്ന് അവര് നിർത്തുവാൻ ഇടയായി തീർന്നു. അന്നേരം ആ ജഡ്ജി ഞങ്ങളോട് പറഞ്ഞു, സ്തോത്രം ഹാലലുയ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കത്തില്ല. നിങ്ങളെ ഹാലലുയ ഇതങ്ങ് തീർത്തു കൊടുക്കാൻ വേണ്ടി, ഇതങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് പറഞ്ഞു. സ്തോത്രം ഹാലലുയ. അങ്ങനെ ഞാൻ ഒരു $2,500 അവർക്ക് കൊടുത്തു. ബാക്കിയെല്ലാം ആ ബിൽഡർ കൊടുത്തു കാണും, നമുക്കറിയില്ല. പക്ഷെ അന്നുകൊണ്ടത് ഹാലലുയ അവിടെ ക്ലോസ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹാലലുയ ആമേൻ. നമ്മെ ശത്രു ഉന്തിയിടുവാൻ നോക്കുമായിരിക്കും, നിന്നെ അതിനകത്ത് അകപ്പെടുത്തുവാൻ നോക്കുമായിരിക്കും. എന്നാൽ ഹാലലുയ നിനക്ക് വേണ്ടി വാദിക്കുവാൻ ദൈവം ചില വ്യക്തികളെ ഒരുക്കി നിർത്തും. കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങളെ അതിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് വിടുവിച്ചു. സ്തോത്രം. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇത്രത്തോളം ദൈവം നേരം ഹാലലുയ ആമേൻ സ്തോത്രം കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ഇനി അനവധി കാര്യങ്ങളുണ്ട്. സുവിശേഷം പറഞ്ഞ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം ഹാലലുയ. ഫ്ലൈറ്റെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, കാറെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം ബസ്സെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അതിനൊക്കെ വലിയ വലിയ വഴികൾ ഒരുക്കി തന്നിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. ഇന്നയോളം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ മാത്രമാ. സ്തോത്രം. എനിക്ക് പുകഴാനോ പ്രശംസിപ്പാനോ ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഒന്ന് മാത്രമേ എന്റെ ജീവിതത്തിന്റെ ആഗ്രഹമുള്ളൂ. ഹാലലുയ. ദാവീദ് പറയുന്ന പോലെ ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ഹാലലുയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നെ ദൈവം കാണിച്ച ദർശനം ഹാലലുയ, എന്റെ വിശ്വാസവും എന്റെ ഹാലലുയ ആമേൻ എല്ലാം കൂടുവാന്, ഹാലലുയ ദൈവസന്നിധി താഴുവാന്, ദൈവസന്നിധി വിനയപ്പെടുവാൻ ഒക്കെ ഇടയായി തീർന്നു. ഒന്നേ ഉള്ളൂ, എന്റെ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം ജീവിക്കണം. സ്തോത്രം. ഹാലലുയ. എന്റെ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടണം. ഹാലലു. അത് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ നമ്മുടെ ഹാലലുയ ആമേൻ ആഗ്രഹം അതായി തീരട്ടെ, നമ്മുടെ ആശ അതായി തീരട്ടെ, നമ്മുടെ പ്രത്യാശ അതായി തീരട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. സ്തോത്രം. ഹാലലുയ. കർത്താവ് വരുന്നത് തനിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹാലലുയ. അവന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെയും നമ്മുടെ തലമുറകളെയും ആമേൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇത്രത്തോളം എനിക്ക് വേണ്ടി സമയം ഒരുക്കി തന്ന സ്തോത്രം ഹാലലുയ പാസ്റ്ററിനോടും കുടുംബത്തോടും അരോമ ടിവിയുടെ ഹാലലുയ ആമേൻ അവരോട് എല്ലാവരോടുള്ള എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കടന്നുപോയതായ ആ പാതയിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തി എന്നല്ലാതെ, ദൈവം കൊണ്ടുവന്നു എന്നല്ലാതെ എന്തു പറയേണ്ടു? എത്ര ശ്രേഷ്ഠകരമായ അനുഭവം. ഒരു CSI കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും നല്ല ഒരു ആത്മീയ അന്തരീക്ഷം ആ മാതാപിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തലമുറകളിലും അതേ ആ ഒരു പാരമ്പര്യം, തീമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിന്റെ വലിയമ്മയിലും നിന്റെ അമ്മയിലും നിന്നിലും എന്ന് തീമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ആ മാതാപിതാക്കന്മാരിലൂടെ പൈതൃകമായി ലഭിച്ചു കിട്ടുന്നതായ ആ ഒരു ആത്മീയ അനുഗ്രഹം ഈ ലോകത്ത് മാതാപിതാക്കന്മാർ മക്കൾക്ക് കൊടുക്കുവാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നല്ലൊരു വീടോ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള സമ്പത്തുകളോ കൈമാറുവാൻ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആ ഒരു നിലയിൽ അവരെ മാനിക്കുവാനൊക്കെ
അല്ലെങ്കിൽ അവരുടെ പേരും പെരുമയും നിലനിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ മാതാപിതാക്കന്മാർ അവർക്ക് ലഭിച്ചതായ ആ ദൈവീയ ദർശനവും വെളിപ്പാടും അനുസരിച്ച് ഭയഭക്തിയോടെ ദൈവസ്നേഹത്തിൽ ഒരാത്മീയ പൈതൃകം മക്കളിലേക്ക് കൈമാറുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആത്മീയ നിലവാരത്തിലും ആ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ആയുസ്സിൽ നാം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, കൂടി ഇതൊക്കെയും നമുക്ക് നൽകിത്തരാമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം ആത്മീയമായുള്ള ആ ഒരു അനുഗ്രഹവും അപ്പോൾ തന്നെ ഭൗമികമായുള്ള നന്മകളും ഈ ഭൂമിയിൽ കൊടുക്കുന്നത് എന്ന് കാണാൻ തക്കവണ്ണം കഴിയുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആണ്. സ്തോത്രം. കാരണം അവർക്ക് ഈ ഭൂമിയിലും ഇവിടെയും കിട്ടും, നിത്യതയിലും അവർക്ക് കിട്ടും. അതുകൊണ്ട് മറ്റേതൊരു കാര്യത്തേക്കാൾ ഉപരിയായി നാം ആത്മീയ വിഷയങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഏതൊരു കുടുംബം നിലവിലുണ്ടോ, അല്ലെ ആരന്വേഷിക്കുന്നു, അവർക്കൊക്കെ ദൈവം അതിൻ്റെതായ നിലയിൽ അവരെ ആദരിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ചിലരെങ്കിലും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, അയ്യോ ഞങ്ങൾ അതിനേക്കാൾ നല്ല ആത്മീയ പശ്ചാത്തലത്തിലൊക്കെ ആണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും ദുരിതവും ദുഃഖവും ഒന്നും മാറി, അല്ലെ ഞങ്ങളുടെ തലമുറയ്ക്കും ഒരു നന്മ ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. അവർക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തരുവാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം, നിത്യതയിലായിരിക്കാം ദൈവം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക. ഈ ഭൂമിയിൽ എന്ത് കിട്ടിയില്ല എന്നുള്ളതല്ല, പകരം നമുക്ക് ദൈവത്തിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, അതിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നെങ്കിൽ അതിൽ ശ്രേഷ്ഠമായിട്ട് വേറെ ഒന്നും നമ്മൾ വലുതായിട്ട് കാണാൻ പാടില്ല. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി ആനി അലക്സ് മാത്യുവിനെ ദൈവം തിരഞ്ഞെടുത്ത വഴികൾക്കായി, ദൈവം കൊണ്ടുവന്ന അത്ഭുതകരമായ വഴികൾക്കായി, മാനുഷികമായി നോക്കിയാൽ പലപ്പോഴും എല്ലാം അസ്തമിച്ചു, ഇനി അങ്ങോട്ടൊരു വഴിയില്ല, അവിടെ ഒരു ഷട്ടർ ഇട്ട് കഴിഞ്ഞു, ഇനി അതിനപ്പുറത്തോട്ട് പോകാൻ ഒരു വഴിയില്ല. ചെങ്കടലിൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനം വന്ന് നോക്കി നിന്നതുപോലെ നോക്കി നിന്ന് നിരാശപ്പെട്ട് മോശയെ നോക്കി പിറുപിറുത്തതുപോലെ പിറുപിറുക്കാതെ എന്ത് ചെയ്യണം? ദൈവം മോശയോട് പറഞ്ഞതപ്പോൾ ആ കരം ആ കടലിന് മീതെ നീട്ടി അതിനെ വിഭാഗിക്കുവാനിടയായി തീർന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ആ UK പോകുന്ന ഇൻ്റർവ്യൂ ഫെയിലായിട്ട് വൻ വിജയത്തോടെ ഫെയിലായിട്ട് തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ അതൊരു പരാജയമായിരുന്നില്ല എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഒരു ദിവസം വൈകിയെന്നേ ഉള്ളൂ, പക്ഷേ കഴിഞ്ഞ ദിവസം പാസ്സായിരുന്നെങ്കിൽ സാധാരണ ഒരു കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റിൽ മാത്രമേ എണ്ണപ്പെടുകയുള്ളായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ദിവസം ദൈവം അതിനുവേണ്ടി ചില ക്രമീകരണങ്ങൾ ഒരുക്കിയപ്പോൾ ഒന്നാം നമ്പറായിട്ട് വരിക മാത്രമല്ല, അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ ക്രമീകരണങ്ങൾ ദൈവം തമ്പുരാൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതെ, ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഇഹത്തിലും പരത്തിലുമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം അവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത വിധത്തിലാണ് ദൈവം പദ്ധതികളും പ്ലാനുകളും ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ബോസ്, ലീഡർ, മാനേജർമാരൊക്കെ ഒരു പക്ഷെങ്കിൽ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുവാൻ ഒരു പക്ഷെങ്കിൽ ശ്രമിച്ചെന്ന് വരാം. പക്ഷേ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും ദൈവമാണ്. അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്, നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം അതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം കരുതുവാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ദൈവം ഇത് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ. കാരണം ഇവരെ ആരെയുമല്ല നമ്മുടെ കാര്യം ചെയ്യാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദൈവം അവരെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട്
നിരാശപ്പെടേണ്ട. കർത്താവിൻ്റെ ദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വ്യക്തിപരമായുള്ള ജീവിതത്തിലും തലമുറകളോടുള്ള ബന്ധത്തിലും ജോലി സംബന്ധമായ വിഷയത്തിലും മറ്റെല്ലാ മേഖലകളിലും ഇപ്പോൾ ആയിരിക്കുന്ന രാജ്യത്തും ഒക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എത്ര അവർണ്ണനീയമാണ്. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ, ആ നല്ല സാക്ഷ്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കൾക്കും തീർച്ചയായിട്ടും ഈ വചനചിന്തകൾ, ഈ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായി തരും. ഓരോ ദിവസവും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ കാണുവാനും കേൾക്കുവാനും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതാനുഭവം നിങ്ങളെ ഏവരെയും സ്വാധീനിക്കുവാനിടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയ ദൈവത്തിൽ സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. മാറാത്ത ദൈവം തന്നെ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠവും ഉന്നതവുമായത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച്, കർത്താവേ, ഞാനിതാ എന്നെ സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളെ ഭരമേൽപ്പിക്കുക. അങ്ങ് എനിക്ക് വേണ്ടി വലിയവ ചെയ്തു, ഇനിയും അങ്ങ് ചെയ്യുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ചില സമയങ്ങൾ കർത്താവേ, നിന്റെ സന്നിധിയിൽ അടിയന്റെ ജീവിതത്തിൽ നടത്തിയ വഴികളെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, അടിയന്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ മക്കളിലും കർത്താവേ, അത് വിശ്വാസത്തിന് കാരണമായി തീരട്ടെ കർത്താവേ. അവർക്ക് കർത്താവേ അത് ആശ്വാസമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. കേൾക്കുന്ന ഓരോ മക്കളെയും, ഇത് കേൾക്കുവാൻ പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവേ, അരോമ ടിവിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാസ്റ്റർ ഡാനിയൽ ജോണിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളിലൂടെ ദൈവം ചെയ്യുന്ന വേലകൾക്കായി സ്തോത്രം. ഇതിന്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കണമേ കർത്താവേ. അനേകരുടെ മുൻപിൽ കർത്താവേ, ഹല്ലേലൂയ, അനേകരുടെ ജീവിതത്തിന്റെ അനുഭവം കർത്താവേ, ഹല്ലേലൂയ, പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം, കേൾപ്പിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന വഴികളെ, മുഖാന്തരങ്ങളെ ഓർക്കുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചടിയും പ്രാർത്ഥിക്കുക കർത്താവേ. മുൻപോട്ട് കർത്താവേ, ഹല്ലേലൂയ, യൂട്യൂബിലൂടെ ഈ ഹല്ലേലൂയ ടെസ്റ്റിമണികൾ കൊണ്ടുപോകുന്ന ഓരോ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്ന പ്രാർത്ഥന യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകലവും യേശുപ്പച്ചന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി ആനി അലക്സ് മാത്യു. അനുഗ്രഹീതമായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ഇത്രത്തോളം സമയം ആമേനെ വേർതിരിച്ച് സംസാരിപ്പാൻ തക്കവണ്ണം കടന്നു വന്നത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ ദാസിയുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തന്ന് മാനിച്ചാദരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് ആമേനെ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.